Hello, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Yes, good afternoon. Okay, start ചെയ്താലോ ക്ലാസ്? ആളുകൾ ജോയിനിങ്ങിലാണ്, കുറെ പേരൊക്കെ കാണാനില്ല. വിഷു, ഈസ്റ്റർ ഒക്കെ കഴിഞ്ഞ് അതിന്റെ ഹാങ് ഓവർ മാറിയില്ലേ? കുട്ടികളൊക്കെ ജോയിൻ ചെയ്തോളാം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സില് കഴിഞ്ഞ ആഴ്ച മുഴുവൻ നമുക്ക് ഫെസ്റ്റിവൽ മൂഡായിരുന്നു അല്ലേ? വീണ്ടും നമുക്ക് ക്ലാസ്സുകൾ പഠിക്കണം, തീർക്കണം ഇല്ലേ? ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിലേക്ക് എന്താ പറയാ, അങ്ങനെ ഒരു മാനേജ്മെന്റ് ആവശ്യമാണ്. എംപ്ലോയീസിനെ, ഓൾ ലെവൽ ഓഫ് സ്റ്റാഫ്സിനെ ഒക്കെ മാനേജ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലാക്കി ഒരുപാട് ആളുകളൊക്കെ റിസർച്ചസ് ഒക്കെ നടത്തി. ഓരോ യൂണിവേഴ്സിറ്റിയിലും അവര് റിസർച്ചുകൾ നടത്തി, പഠനങ്ങൾ നടത്തി, ഓരോരുത്തരൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു മോഡലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മോഡൽസ് നേരത്തെ കൂട്ടി തന്നെ 84-ലും 97-ലും ഒക്കെ ഓരോരുത്തർ 1990-ലും ഒക്കെ ഓരോ ഗ്രേറ്റ് ആളുകൾ കുറച്ച് റിസർച്ചസ് ഒക്കെ നടത്തിയിട്ടാണ് എന്താ പറയാ ഹ്യൂമൻ റിസോഴ്സസ്, അവരുടെ ബിഹേവിയറൽ പെർഫോമൻസുകൾ, അങ്ങനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠനങ്ങളൊക്കെ നടത്തി ഒരു മോഡല് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ആ മോഡലുകളെ എന്ത് ചെയ്തു, വീണ്ടും വീണ്ടും മോഡിഫൈ ചെയ്ത് പുതിയ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ ആഡ് ഓൺ ചെയ്തിട്ടാണ് നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഇപ്പൊ നമുക്കറിയാം ഇന്നത് ഇപ്പോ നമ്മൾ പഠിക്കുന്ന ഈ ഒരു കോഴ്സ് ഒക്കെ ഇത്രയും ഡെവലപ്ഡ് ആയതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു കോഴ്സ് തന്നെ എന്താ പറയാ ഫോം ചെയ്തത്. പണ്ടും ഒരുപാട് ബിസിനസ് നടത്തിയിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ബിസിനസ്സിനകത്ത് എന്താ പറയാ ഒരുപാട് എംപ്ലോയീസ് ജോലി ചെയ്യുന്നുണ്ട്. ഇവരുടെയൊക്കെ മാനേജ്മെന്റ് ഇതൊക്കെ മാനേജ് ചെയ്യണമെന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യപ്പെടണം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ ആളുകളിലേക്ക് വരാനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് എന്താണ്? ദ ഇൻക്രീസ്ഡ് ഡെവലപ്മെന്റ് ഇൻ ബിസിനസ് ഓർഗനൈസേഷൻസ് അല്ലെ? എന്താ പറയാ പലതരത്തിലുള്ള ബിസിനസ്സുകൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വേൾഡ് ആണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പൊ ആ ബിസിനസ് ഇത്രയധികം ഡെവലപ്ഡ് ആയപ്പോഴാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ആ ഒരു നിലയിലേക്ക് എത്തിയത് അല്ലെ? കഴിഞ്ഞ ദിവസം നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പറഞ്ഞു, കുറച്ച് സവിശേഷതകളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്. അതിന്റെ ആ മെയിൻ പോയിന്റുകൾ അതിനെ എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓരോ എന്താ പറയാ പോയിന്റുകളും ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് HRM റിക്രൂട്ട്മെന്റിന്റെ കാര്യം, ടെസ്റ്റ് ഇന്റർവ്യൂ നടത്തുന്നു, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പെട്ടതാണ് അതൊക്കെ. പിന്നെ കമ്മ്യൂണിക്കേറ്റ് വിത്ത്, അതായത് എന്തെങ്കിലും ഹ്യൂമൻ റിസോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ടോപ്പ് മാനേജ്മെന്റിനെ അഡ്വൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ടാണ് ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യുന്നത്. ഓർഗനൈസേഷന്റെ ഗോൾ, വാട്ട് ഈസ് ദ ഗോൾ, എന്ത് ഗോള് അല്ലെങ്കിൽ ഗോളോ അല്ലെങ്കിൽ ഗോൾസോ, സിംഗുലറാകാം പ്ലൂറലാകാം. ഓരോ ഓർഗനൈസേഷനും അതിൻ്റെതായ കുറെ ലക്ഷ്യങ്ങളും ഉണ്ട്. ടു അച്ചീവ് ദാറ്റ് ഓർഗനൈസേഷണൽ ഗോൾസ് some strategies have to be formulated and it is to be communicated to the top management. അല്ലെങ്കിൽ ഈ ടോപ്പ് മാനേജ്മെന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ കൂടി സഹായത്തോടെയാണ് എന്ത് ചെയ്യുന്നത് ഓർഗനൈസേഷൻ അതിന്റെ
അച്ചീവ്മെന്റ് എന്ത് ഗോൾ ആയാലും അത് അച്ചീവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പിന്നെ അതിന് വേണ്ടിയിട്ട് ഹ്യൂമൻ റിസോഴ്സുകളെ മോൾഡ് ചെയ്യണം. സോ ട്രെയിനിങ് ഷുഡ് ബി പ്രൊവൈഡഡ്. അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. ആൻഡ് ഓൾസോ ട്രെയിനിങ് കൊടുത്താൽ മാത്രം പോരാ, ആഫ്റ്റർ ദ ട്രെയിനിങ് ഹൗ ഈസ് ദെയർ പെർഫോമൻസ്, അവരുടെ പെർഫോമൻസ് ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെയാണ് പെർഫോമൻസ് അത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക് അല്ലെ. ആ ഇവാലുവേഷന്റെ ബേസിസിൽ ക്യാൻ ബി പ്രൊമോഷൻ കൊടുക്കാം അല്ലെ, ഡിമോഷൻസ് ആകാം, അതുപോലെ തന്നെ ട്രാൻസ്ഫർ ആകാം, അതൊക്കെ നടക്കുന്നത്. പിന്നെ എക്സിറ്റ് ഇന്റർവ്യൂ, പിന്നെ പേഴ്സൺ ക്വിറ്റ്സ് ഹിസ് ജോബ്, ഒരാള് ആളുടെ ജോലി നിർത്തി എംപ്ലോയി എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പോകുന്ന സമയത്തും ഇന്റർവ്യൂസ് നടത്തുന്നുണ്ട്. കാരണം എന്തിനാ, അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ കളക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അല്ലെ. പിന്നെ കളക്ട് വേരിയസ് സജഷൻസ്. ഇനി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അവിടുത്തെ എംപ്ലോയീസിൽ നിന്ന് പല സജഷൻസ്, നമുക്കറിയാം ഓരോ ആളുകൾക്കും they have different ideas, their own opinions അല്ലെ, or they have their own suggestions. നമുക്കിപ്പോ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് ചിലപ്പോ നമ്മളുടെ ഐഡിയയിൽ ചില കാര്യങ്ങൾ ഉദിക്കാം. അങ്ങനെയുള്ള സജഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അതിന് വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ച് നല്ല നടപ്പിലാക്കേണ്ടതാണെങ്കിൽ അത്തരം പുതിയ പുതിയ സജഷൻസ് എടുത്തിട്ട് എന്ത് ചെയ്യാം, അത് ഇംപ്ലിമെന്റ് ചെയ്യാനൊക്കെ നോക്കാം. ഓക്കെ. പിന്നെ ടോപ്പ് മാനേജ്മെന്റ് ഈ പറയുന്ന മറ്റുള്ളവരുടെ സജഷൻസോ അല്ലെങ്കിൽ നമ്മൾ നടത്തിയ ഓഡിറ്റിൽ നിന്നൊക്കെ നമുക്ക് വേരിയബിൾ ആയിട്ടുള്ള വേരിയസ് ആയിട്ടുള്ള ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്ത് ടോപ്പ് മാനേജ്മെന്റിലേക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ വേരിയസ് വർക്ക്ഷോപ്സ് എന്ന് വെച്ചാൽ എംപ്ലോയീസിന്റെ നോളജ് വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനുള്ള വർക്ക്ഷോപ്പുകൾ. വർക്ക്ഷോപ്പ് അതാണ് ഉദ്ദേശിക്കുന്നത്. ജോലിക്കാരെ നമുക്ക് ട്രെയിനിങ് മാത്രം കൊടുത്താൽ പോരാ, ചില കാര്യങ്ങൾ ചിലപ്പോൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. ആ പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് ആളുകളുടെ എംപ്ലോയീസിന്റെ എന്ത് ചെയ്യുന്നു, നോളജ് വർദ്ധിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അങ്ങനെ വർദ്ധിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ എളുപ്പത്തിലേക്കുള്ള ഒരു പാതയാകും. ഓക്കെ. വേരിയസ് പ്രിക്കോഷൻസ്, അതായത് നെഗ്ലിജന്റ് ഹയറിംഗ്. നെഗ്ലിജന്റ് എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തവരെ നമ്മൾ വെറുതെ ജോലിക്കൊക്കെ എടുത്തിട്ട് ക്വാളിഫിക്കേഷൻ വൈസിലോ അല്ലെങ്കിൽ എഫിഷ്യൻസി വൈസോ ഒന്നും നോക്കാതെ വെറുതെ കുറെ എംപ്ലോയീസിനെ ജോലിക്ക് എടുത്തിട്ട് അവരിൽ നിന്ന് യാതൊരു പ്രൊഡക്ടിവിറ്റിയും ഇല്ല. ആ എംപ്ലോയീസിനെ ഇവിടെ എംപ്ലോയ് ചെയ്തത് കൊണ്ട് അവരിൽ നിന്ന് യാതൊരു നേട്ടവും ഓർഗനൈസേഷൻ ഇല്ല. അതാണ് നെഗ്ലിജന്റ് ഹയറിംഗ്. അപ്പൊ ശരിയായ രീതിയിൽ വേണം എന്ത് ചെയ്യാൻ, എംപ്ലോയീസിനെ ഹയർ ചെയ്യാൻ. ഇത്തരം കാര്യങ്ങൾ. പിന്നെ ഓരോ ആളുകൾക്കും ജോബ് സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ജോബ് എൻറിച്ച്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുക, ജോബ് റൊട്ടേഷൻ. ഇതൊക്കെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നോട്ടൊക്കെ എഴുതി തന്നിരുന്നു. എഴുതിയോ? അവിടെ വരെയാണ് നമ്മൾ എടുത്തത്. ആ ജോബ് എൻറിച്ച്മെന്റ്, ജോബ് റൊട്ടേഷൻ, ജോബ് എൻലാർജ്മെന്റ്, ഈ മൂന്നെണ്ണം എഴുതിയോന്ന് നോക്കിയേ. എഴുതിയതാണ് എന്റെ ഓർമ്മ. ശരിയാണോ? എഴുതുന്നില്ലേ? ശരിയാണോ? യെസ്. അത്ര വരെയാണ് എടുത്തത്. ഇനി നമുക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് പിന്നെ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇടയ്ക്ക് മാർക്ക് ചെയ്ത് വെക്ക്, ഇമ്പോർട്ടന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അടയാളപ്പെടുത്താനൊക്കെ പറയുന്നുണ്ട്. അതുകൂടിയൊക്കെ നോക്കണം കേട്ടോ. ടെസ്റ്റുകളും ഉൾപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ എനിക്ക് ഇത് ഇന്നത് ഇമ്പോർട്ടന്റ് ആണെന്ന് മാർക്ക് ചെയ്ത് വെക്കണം. എന്തെങ്കിലും വെച്ചോ അണ്ടർലൈൻ ചെയ്യുകയൊക്കെ ചെയ്യാനൊക്കെ ടീച്ചേഴ്സ് പറയുന്നുണ്ടെങ്കിൽ അതുകൂടിയൊക്കെ നോക്കണം കേട്ടോ. ഇനി നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ ഫങ്ഷൻസ്. ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യേണ്ടതിന് അതിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഹ്യൂമൻ റിസോഴ്സ് എംപ്ലോയീസിനെ, അതായത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ കുറിച്ചിട്ട് പല രീതിയിലുള്ള പ്ലാനിങ്, പല ഓർഗനൈസിങ്, പല ഡിറക്ഷൻസ്, അവരുടെ സെലക്ഷൻസ്, റിക്രൂട്ട്മെന്റ്, അതുപോലെ മെയിൻ്റെനൻസ്, അവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന, ഇതെല്ലാം ഓവറോൾ എല്ലാം കൂടി ചേർന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ അതിനകത്ത് പറയുമ്പോൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്, എന്താണ് ആ മാനേജേഴ്സ് ചെയ്യുന്നത്, ഹ്യൂമൻ റിസോഴ്സസിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ എംപ്ലോയീസ് ഉപയോഗിച്ച് വാട്ട് ദേ ഡു, വാട്ട് ദേ പെർഫോം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാ ഓർഗനൈസേഷൻസിലും they have their own managers who manages the human resource. ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്ന ഒരു മാനേജർ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ്, ഒരു ഗ്രൂപ്പ് ഓഫ് മാനേജ്മെന്റ് ഇവിടെ എല്ലാ ഓർഗനൈസേഷനിലും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണ ഒരു എംപ്ലോയീസിനൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ കൺവീനിയൻസ്, അതായത് സൗകര്യത്തിന് വേണ്ടി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഓർഗനൈസേഷൻസിലൊക്കെ റിസോഴ്സ് മാനേജ്മെന്റിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബ്രോഡ്ലി അത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ സൗകര്യത്തിനാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നും അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നും. ചെയ്തിട്ട് അവിടെ ഒരു സംഭവം അവിടെ വിട്ടുപോയിരുന്നെന്ന് തോന്നുന്നത്, അവിടെ നിങ്ങളൊന്ന് എഴുതി ചേർക്കുക. പേഴ്സണൽ മാനേജ്മെന്റ്, PERSONNEN, പേഴ്സണൽ തൊഴിലാളികളെയാണ്, വർക്കേഴ്സിനെയാണ്, അതായത് മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, അതാണ് പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ആ ബിസ് എന്ന് പറഞ്ഞ നെയിമിലാണ്. ഇത് ബ്രോഡായിട്ട് നമുക്ക് സൗകര്യത്തിന് വേണ്ടി രണ്ടായിട്ട് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്നും പേഴ്സണൽ മാനേജ്മെന്റ് എന്നും അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നും. സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. രണ്ടും ഏകദേശം എല്ലാം ഒക്കെ ഒന്ന് തന്നെ, പക്ഷെ കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഈ പറയുന്നതിന്റെ ഫങ്ഷൻസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്ന് മാത്രം. ഏതൊക്കെയാണത്? പേഴ്സണൽ മാനേജ്മെന്റ് സ്പെല്ലിംഗ് മാർക്കുണ്ട്. PERSONNEL ആണ് പേഴ്സണൽ. മറ്റേത് വ്യക്തിപരം എന്ന് പറയുന്ന PERSONAL അല്ല എന്ന് ഓർക്കുക കേട്ടോ. അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, എഴുതി ചേർത്തോ? ബിസ് എന്ന് BIZ എന്ന് എഴുതി വെച്ചിരിക്കുന്നതിന്റെ അവിടെ ഒന്നാം വേർഡുകൾ രണ്ടൊന്ന് എഴുതി ചേർക്കാൻ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ആ ഫങ്ഷൻസ്? കൺവീനിയൻസിന് വേണ്ടി ഇങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ട് നമുക്ക് പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും നമ്മൾ പറയുന്നുണ്ട്. ഇനി ഇതിനകത്ത് വരുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഈ പറയുന്ന മാനേജ്മെന്റിൽ റിസോഴ്സ് മാനേജ്മെന്റിൽ വരുന്ന പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് ഈ പറയുന്നത്. ആ ഫങ്ഷൻസ് നമുക്ക് ഇതേ ഇവിടെ ഒരു ചാർട്ട് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അവർ ഡയഗ്രാമാറ്റിക് പോയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ. ആ ഡയഗ്രാം ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി എന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കും കുറച്ചുകൂടി കൺവീനിയന്റ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. ഈ ഡയഗ്രാംസും ടേബിൾസും ഗ്രാഫും ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മെമ്മറിയിൽ എളുപ്പം സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെ എഴുതി ഇങ്ങനെ മനസ്സിലാക്കി എഴുതുന്നതിനേക്കാൾ കുറച്ചുകൂടി നമുക്ക് അങ്ങനെ എഴുതുന്നത് എളുപ്പം നമ്മുടെ മനസ്സിലിരിക്കുമല്ലോ. അപ്പൊ എന്തൊക്കെയാണ് ആ ഫങ്ഷൻസ്? ഓരോ എന്താ പറയാ റിസോഴ്സ് മാനേജ്മെന്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് അത് ഫങ്ഷൻ ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഫങ്ഷൻസ് ആണ് റിസോഴ്സ് മാനേജ്മെന്റിന്റെ അത്യാവശ്യം. സോ ഫസ്റ്റ് വൺ ഈസ് പ്ലാനിങ്. എന്ത് കാര്യത്തിനും പ്ലാനിങ് ഇല്ലാണ്ട് പറ്റുമോ? എന്തൊരു കാര്യം പുതിയതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ പ്ലാൻ. ഇപ്പൊ ഒരു ട്രിപ്പ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുകയാണ്, വി വിൽ പ്ലാൻ ഫോർ ദാറ്റ് അല്ലെ? നമ്മളൊരു പ്ലാനിങ് നടത്തൂലേ? എന്ത് ബസ്സാണ്, എന്ത് വണ്ടിയാണ്, എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ടായിരിക്കും, വാട്ട് വിൽ ബി ദ ടോട്ടൽ കോസ്റ്റ്, അതെങ്ങനെ ഈച്ച് ആൻഡ് എവറി വണ്ണിനെ എങ്ങനെ നമ്മൾ പെർ ഹെഡ് ഡിവൈഡ് ചെയ്യണം, എന്തൊക്കെ സാധന സാമഗ്രികൾ കൊണ്ടുപോകണം, നമ്പർ ഓഫ് ഡേയ്സ് ഓഫ് ട്രിപ്പിന്റെ ഡേയ്സ്, ഇതിങ്ങനെ ഒത്തിരി പ്ലാനിങ്ങുകൾ നമ്മൾ ചെയ്യില്ലേ? എന്നൊക്കെ ഡ്രസ് എടുക്കണം എന്നൊക്കെ കാര്യങ്ങൾ. എന്ത് കാര്യത്തിനും പ്ലാനിങ് അത്യാവശ്യമാണ്. പിന്നെ എന്താണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുക? ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ, അതിന്റെ എൻവയോൺമെന്റ്, അതിന് എന്തൊക്കെ കാര്യങ്ങൾ, അതിന്റെ മിഷൻസ്, ഡ്യൂട്ടീസ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്താ പറയാ ഒരു ബോധ്യം ഉണ്ടായിരുന്നു. ആൻഡ് അക്കോർഡിംഗ് ടു ദാറ്റ് അതനുസരിച്ച് prepare some forecast for human resource. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോർകാസ്റ്റ് മീൻസ് പ്ലാനിങ് തന്നെ അല്ലെ? ഒരു പ്ലാനിങ് നമ്മൾ തയ്യാറാക്കണം. എന്താണ് നമ്മുടെ ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ആ ഓർഗനൈസേഷന്റെ ചുറ്റുപാടുകൾ, എൻവയോൺമെന്റ്, എന്ത് മിഷൻ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണ്, ഇതിന്റെയൊക്കെ ബേസിസിലാണ് we have to formulate some policies or we have to forecast some things. അതായത് അതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ എന്താ പറയാ ഓർഗനൈസേഷന്റെ ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രാറ്റജീസ്, റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് ഓൾസോ വീക്ക്നെസ്, നമ്മളുടെ ഓർഗനൈസേഷന്റെ കുറെ നിയമങ്ങളും കാര്യങ്ങളും ഒപ്പം അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ നേരിടുന്ന ചില പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും. എല്ലാം തികഞ്ഞവരായിട്ട് ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. ഏത് ബിസിനസ് ഓർഗനൈസേഷനും നമ്മളുടെ ഗോൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തില് നമുക്ക് പല തടസ്സങ്ങളും പോരായ്മകളും ഒക്കെ ഉണ്ടായിരിക്കും അല്ലേ? അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ, ഓർഗനൈസേഷന്റെ കൾച്ചർ, അല്ലെങ്കിൽ ആൻഡ് ദ യൂസ് ഓഫ് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി ആൻഡ് ലീഡർഷിപ്പ്, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് we have to make some planning. ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യണമെങ്കിൽ ഈ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ we have to forecast ഫ്യൂച്ചർ ഓഫ് ഹ്യൂമൻ റിസോഴ്സിന്റെ ഫ്യൂച്ചറിനെ കൂടി നമ്മൾ നേരത്തെ കൂടി പ്ലാൻ ചെയ്യണം. മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റ് മനസ്സിലായോ? ഫങ്ഷൻസിൽ ഫസ്റ്റ് വൺ പ്ലാനിങ് മനസ്സിലായോ? പോയിന്റുകൾ നിങ്ങൾ പഠിച്ചാൽ മതി. അതിന്റെ ഉള്ളിൽ അണ്ടർലൈൻ ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ ആ സെന്റൻസുകളൊക്കെ പഠിച്ചാൽ മതി. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണോ? ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നര മണിയാണ്, നമുക്കറിയാം. നമുക്ക് ഒരു ഇങ്ങനത്തെ ഒരു സമയമാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര മടിയൊക്കെ തോന്നാൻ പറ്റുന്ന ഒരു സമയമൊക്കെയാണ്. പക്ഷെ നമ്മളങ്ങനെ പഠിച്ചിരുന്നത് കാര്യമില്ല. ഓക്കെ, ആ ഓരോ സമയവും നമുക്ക് എന്താ പറയാ ഏറ്റവും ഡിലൈറ്റ്ഫുൾ മൂഡിലാക്കി മാറ്റണം. ഓരോ സമയം ഏത് സമയത്ത് നമ്മൾ ദോഷം പറയാൻ പറ്റില്ല. നമ്മൾ ഫുഡ് കഴിച്ചു, നമ്മുടെ എന്താ പറയാ ആ ഒരു സമയം എനർജി കുറച്ച് കൂടുതൽ സംഭരിച്ചിരിക്കണം. അപ്പൊ കൂടുതൽ നമുക്ക് ഉപയോഗിക്കണം. പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എനർജി വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഭക്ഷണം കഴിച്ചതിന്റെ ഒരു എത്ര പെർസെന്റേജ് ഓഫ് എനർജി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, നമ്മൾക്ക് ഇതാക്കി പറയാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് ഉപയോഗിക്കാം.
Okay, second one is the staffing. Staffing and the according to the abilities, skills. അതായത് ഓരോ എംപ്ലോയീസ്, അതായത് ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്കില്ല്, അവരുടെ നോളജ്, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ എക്സ്പീരിയൻസ്, അക്കോർഡിംഗ് ടു ദാറ്റ് അങ്ങനെയാണ് ഫിൽ ദ ജോബ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, ഇതിനല്ലാത്ത സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടല്ലേ? അതെല്ലോ, എല്ലാവർക്കും അങ്ങനെയാണോ? സൗണ്ട് ക്ലിയർ അല്ലേ? പറയണോട്ടാ, ക്ലിയർ ആണെന്ന്. അപ്പൊ അങ്ങനെ ആ കൊച്ചിന്റെ ആയിരിക്കും ഇച്ചിരി ഒന്ന് ലീവ് ചെയ്തിട്ട് കൂടി ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് ചിലപ്പോ നെറ്റ് ഇഷ്യൂക്കെ ആയിരിക്കും നമ്മുടെ നിങ്ങളുടെ. അപ്പൊ ഒന്ന് മാറി എവിടെന്നെങ്കിലും പൊസിഷൻ മാറി ഇരുന്നാലും മതി. ഓക്കെ, യെസ്. അപ്പൊ എന്താണ് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ അപ്രോപ്രിയേറ്റ് സ്കിൽ, നോളജ്, എക്സ്പീരിയൻസ്, they have to, the organization have to fill the vacancies in a organization. ഒരു ഓർഗനൈസേഷനിൽ ആളുകളുടെ ജോലിക്ക് ഒഴിവ് വേക്കൻസി വരുമ്പോ അവിടെ ആരെങ്കിലൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പോരാ. എന്ത് ചെയ്യണം? ആളുകളുടെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ആ കാൻഡിഡേറ്റിന്റെ സ്കില്ല്, നോളജ്, എക്സ്പീരിയൻസ് ഇതൊക്കെ മനസ്സിലാക്കിയാണ് ആളുകളെ ആ ജോലിയിൽ ഫിൽ ചെയ്യിപ്പിക്കേണ്ടത്. ഓക്കെ, അതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സസിന്റെ പ്ലാനിങ്, ജോബ് അനാലിസിസ്, അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, ഇതെല്ലാം തന്നെ ഒരു ഹ്യൂമൻ റിസോഴ്സസിന്റെ കീ പ്രാക്ടീസസ് ആണ്. അതൊക്കെ കീ പ്രാക്ടീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില രീതികളാണ്. അപ്പോ ഹ്യൂമൻ റിസോഴ്സുകളെ റിക്രൂട്ട് ചെയ്യുക, അവരെ മുൻകൂട്ടി എത്ര പേരൊക്കെ ഓരോ ഓർഗനൈസേഷനിൽ എവിടെയൊക്കെ വേക്കൻസി വന്നിട്ട് അതിനെ കുറിച്ചൊരു പ്ലാനിങ് തയ്യാറാക്കുക. ഇനി എവിടേക്കാണ് അവർക്ക് റിക്രൂട്ട്മെന്റ് കൊടുക്കട്ടെ, ഏതൊക്കെ ആളുകളെ സെലക്ട് ചെയ്യാം. ഓൾ ദീസ് തിങ്സ് ആർ ദ കീ പ്രാക്ടീസസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഈ ആക്ടിവിറ്റീസ് ഒക്കെ എന്തായാലും അതിനകത്ത് നടത്തണം. അങ്ങനെ അത് നടത്തുമ്പോൾ അത്തരം വേക്കൻസീസ് ഫിൽ ചെയ്യുമ്പോൾ they have to obtain people who have skill, knowledge, efficiency, ability, experience according to that. അതൊക്കെ അനുസരിച്ച് വേണം ഫിൽ ചെയ്യാനായിട്ട്. രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായോ? പ്ലാനിങ്. സെക്കൻഡ് വൺ സ്റ്റാഫിംഗ്. ഫങ്ഷൻസ് ആണ്, റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസിൽ പെടുന്നതാണ്. ഫസ്റ്റ് വൺ പ്ലാനിങ്, സെക്കൻഡ് വൺ സ്റ്റാഫിംഗ്. സിമ്പിൾ ആണ്, അത് ആ വേർഡിൽ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പൊ നെക്സ്റ്റ് പോയിന്റ് ഈസ് ഡെവലപ്പിംഗ് ആണ്. എന്താണ് ഡെവലപ്പിംഗ്? അപ്പൊ നമുക്കറിയാം, നമ്മള് ഒരു ഓർഗനൈസേഷനിലേക്ക് ഒരു പുതിയ കാൻഡിഡേറ്റിന്, ഒരു ജോലിക്കാരനെ, ഒരു എംപ്ലോയിനെ നമ്മൾ ജോബ് ആസ്പിരൻസിൽ നിന്നും തെരഞ്ഞെടുക്കുന്നു. ജോലിക്ക് അപേക്ഷിക്കുന്ന ആളുകളിൽ നമ്മൾ തെരഞ്ഞെടുക്കും. ആൻഡ് അക്കോർഡിംഗ് ടു ആ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വി ഹാവ് ടു അനലൈസ് ദ റിക്വയർമെന്റ്സ് ടു എൻഷുർ. അതായത് നമ്മളുടെ ജോലിക്ക് ആവശ്യമായ നോളജ്, സ്കില്ല് അല്ലെങ്കിൽ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെക്കാൻ ആ ഒരു എംപ്ലോയിക്ക് കഴിവുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. എന്നിട്ട് വേണം നമ്മൾ ആ ആൾക്ക് ജോലി കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ പെർഫോമൻസ് അപ്രൈസലാണ് അതിനെ വിളിക്കാൻ നമ്മള് പെർഫോമൻസ് അപ്രൈസൽ. ഇൻ ഓർഡർ ടു നോ വെദർ ദ എംപ്ലോയി ഹാവ് key skill and also competency. Competencies എന്ന് പറഞ്ഞാൽ അതായത് എന്ത് കൊടുത്താലും അത് ചെയ്യാൻ കഴിവുകൾ, അതുപോലെ തന്നെ എന്താ പറയുക, കരുത്തുമുള്ള ഒരു എംപ്ലോയി ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം ആ എംപ്ലോയിക്ക്. അതിനാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് വിളിക്കുക. അപ്പൊ നമ്മൾ ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അക്കോർഡിംഗ് ടു ദ വർക്ക് ജോബ് അനുസരിച്ച് ഓരോ ആളുകളെയും നമ്മളിപ്പോ ജോലിക്ക് എടുക്കുമ്പോൾ ഒരു 2-3 ദിവസം നമുക്കൊരു ട്രെയിനിങ് പീരീഡ് കുറെയൊക്കെ കൊടുക്കും അല്ലെ, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാനായിട്ട് കൊടുക്കും. ഇന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ്. സോ യു ഹാവ് ടു ഫുൾഫിൽ ദാറ്റ് ടാർഗറ്റ് അക്കോർഡിംഗ് ടു ദിസ് ടൈം. ഈ ഒരു സമയത്തിനുള്ളിൽ ചിലപ്പോൾ 1 ദിവസം ആകാം, ചിലപ്പോൾ 1 hour ആകാം, അല്ലെ, ചിലപ്പോൾ ഒരു 3 ദിവസം ആകാം, മേ ബി 1 month ആകാം. അപ്പൊ ആ ഒരു പീരീഡിനുള്ളിൽ whether they are doing their duty best, അവരവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, ആ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക, അന്വേഷിക്കുക, ഇവാലുവേറ്റ് ചെയ്യുക. അവരുടെ സ്കില്ലും വിത്ത് നോളജ് ഒക്കെ ഉപയോഗിച്ച് അവർ ചെയ്യുന്നുണ്ടോ. ദാറ്റ്സ് കോൾഡ് പെർഫോമൻസ് അപ്രൈസൽ. അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ആളുകളെയും പിന്നീട് നമ്മൾ അത് പെർമനന്റ് ആക്കി അവരുടെ ജോലിയിലേക്ക് നമുക്ക് അവർക്ക് വേണ്ട ജോബുകളൊക്കെ ഓഫർ അലോട്ട് ചെയ്ത് കൊടുക്കുക. സോ ദേ ഹാവ് ടു ഡു their work or skill according to their skill and also perform satisfactorily in their job. ആ ജോലി അവർ വൃത്തിയായിട്ട് സംതൃപ്തിയോടെ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതാണ് ഡെവലപ്മെന്റ് ഓഫ് എൻ എംപ്ലോയി. അപ്പൊ ഞാനിപ്പോ എനിക്കൊരു ജോലി കിട്ടിക്കഴിയുമ്പോൾ ആ ജോലി ഞാൻ വളരെ സന്തോഷത്തോടെയും വളരെ എന്റെ എബിലിറ്റി എല്ലാം ഉപയോഗിച്ച്, എന്റെ സ്കിൽ എല്ലാം ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, അത് ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ ഡെവലപ്ഡ് ആകുള്ളൂ. അല്ലാണ്ട് പോയിരുന്നു എല്ലാ ദിവസവും ഒരേ രീതിയിൽ ജോലി ചെയ്ത് പോകുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഡേ ബൈ ഡേ അല്ലെങ്കിൽ ഓരോ ദിവസം അനുസരിച്ച് ഐ ഹാവ് ടു മേക്ക് സം ഇംപ്രൂവ്മെന്റ് അല്ലെ. എന്റെ ജോലിയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ പുതുമ അല്ലെങ്കിൽ എനിക്ക് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കണം. ഫസ്റ്റ് ഡേ ഓഫ് ദ ഡേ ഞാൻ എങ്ങനെയാണ് ജോലിയിൽ പ്രവേശിച്ചപ്പോൾ ചെയ്തത്, അതേ രീതി തന്നെ സെക്കൻഡ് ഡേയും തേർഡ് ഡേയും ആഫ്റ്റർ 1 year ഞാൻ പെർഫോം ചെയ്താൽ ഈസ് ദർ എനി ഡെവലപ്മെന്റ് ഇൻ മീ? എനിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എനിക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ?
ഇല്ല. അപ്പൊ നമ്മൾ ആ ജോലി അപ്പൊ അത് അനലൈസ് ചെയ്യാം, എങ്ങനെയാണ് ഓരോ എംപ്ലോയീസും ഡെവലപ്ഡ് ആകുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ എൻഷുർ ചെയ്യുക. അതിനെയാണ് നമ്മൾ ഡെവലപ്പിംഗ് എന്ന് വിളിക്കുക. ഓക്കെ, മനസ്സിലായോ? മൂന്നാമത്തെ പോയിന്റ് ഡെവലപ്പിംഗ് മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് വൺ മോണിറ്ററിംഗ് ആണ്. എന്താണ് മോണിറ്ററിംഗ് എന്ന്? മോണിറ്ററിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നോക്കി കാണുക, മനസ്സിലാക്കുക, വിലയിരുത്തുക എന്നൊക്കെയാണ് അല്ലെ. ഒരു എന്താ പറയാ, ഇതൊരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഓഫ് റിവാർഡ് ആണ്. റിവാർഡ് അതായത് ഓരോ എന്താ പറയാ എംപ്ലോയീസിനും അവർക്ക് ഒരു ബിസിനസ്സിൽ ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അവർക്ക് കിട്ടേണ്ടതായിട്ടുള്ള പല തരത്തിലുള്ള റിവാർഡുകൾ, ബെനിഫിറ്റുകളൊക്കെ ഉണ്ട് അല്ലെ. അതൊക്കെ അവരുടെ ജോബ് ഇവാലുവേഷന്റെ ബേസിസിൽ ഹ്യൂമൻ റിസോഴ്സ് അങ്ങനെയാണ് ചില കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഹ്യൂമൻ റിസോഴ്സ് പ്രാക്ടീസ് ഇൻക്ലൂഡ് ജോബ് ഇവാലുവേഷൻ, ആളുകളുടെ ജോലി എങ്ങനെയാണെന്ന് വിലയിരുത്തുക, അത് മോണിറ്റർ ചെയ്യുന്നതിന്റെ ഭാഗമാണ്. ഓക്കെ, പെർഫോമൻസ് അപ്രൈസൽ, ഒരു ജോലിയിൽ അപ്രൈസൽ എന്ന് വെച്ചാൽ അവരുടെ ജോലി വന്നതിൽ നിന്ന് ഒരുപാട് വ്യത്യാസത്തിൽ അവർ അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടോ, അതനുസരിച്ച് വെദർ ദേ ആർ പെയ്ഡ്, അവർക്ക് പേയ്മെന്റുകൾ കൊടുക്കുന്നുണ്ടോ, മറ്റേതെങ്കിലും ബെനിഫിറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം ഈ ഇതിനകത്ത് വരുന്നതാ. ഇതില് മോണിറ്ററിംഗ്, ഇതൊക്കെ മോണിറ്റർ ചെയ്താലേ അവർക്ക് അത് വിലയിരുത്താൻ പറ്റുള്ളൂ അല്ലെ. ജോലി ചെയ്യുന്നുണ്ട്, വൃത്തിയായി ചെയ്യുന്നുണ്ട്, ആ വൃത്തിയായി ചെയ്യുന്ന ജോലിക്ക് റീസണബിൾ ആയിട്ടുള്ള സാലറി ഓർ വേജസ് ആണ് പ്രൊവൈഡഡ് എന്ന് ഉറപ്പുവരുത്തുക, മറ്റ് ബെനിഫിറ്റ്സ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇതെല്ലാം ഹ്യൂമൻ റിസോഴ്സ് പ്രാക്ടീസിൽ വരുന്നതാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മോണിറ്ററിംഗ് എന്ന് വിളിക്കുക. ക്ലിയർ ആണോ? മോണിറ്ററിംഗ് ഡിസൈൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റിവാർഡ് സിസ്റ്റം ആണ്. ആ റിവാർഡില് എന്തുവരും? അവർക്ക് കിട്ടേണ്ട ബെനിഫിറ്റുകൾ, പേയ്മെന്റുകൾ എല്ലാമാണ് വരിക റിവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ പെർഫോമൻസ്. അതൊക്കെ പെർഫോമൻസിന്റെ ബേസിസിലാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ജോബ് ഇവാലുവേഷന്റെ ബേസിസിലാണ്. നെക്സ്റ്റ് പോയിന്റ് മെയിൻറ്റെയിനിങ് അല്ല, മെയിൻറ്റെയിനിങ് നമ്മൾ വെട്ടിയേക്കാട്ടാ, അത് അവിടെ നിന്ന് വെട്ടേക്കാം. അത് സെയിം പോയിന്റ് അവിടെ മാറി വന്നതാണ്, അന്ന് സ്ട്രൈക്ക് ചെയ്ത് കളഞ്ഞേക്കാം. മോണിറ്ററിംഗ് തന്നെയാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നോ നീഡ് ഓഫ് ഇറ്റ്, അത് വെട്ടിക്കളഞ്ഞേക്കാം. നെക്സ്റ്റ് വൺ മാനേജിങ് റിലേഷൻഷിപ്സ് ആണ്. ആര് തമ്മിലുള്ള റിലേഷന്റെ ആണ്? ഒരു ഓർഗനൈസേഷനിൽ ആരൊക്കെ തമ്മിലായിരിക്കും ബന്ധം? എംപ്ലോയി, എംപ്ലോയർ അല്ലെ. ട്രേഡ് യൂണിയൻ, യൂണിയൻകാരുണ്ടാവും, യൂണിയൻ ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരു വർക്ക് പ്ലേസിൽ ഇൻ ആൻ ഓർഗനൈസേഷൻ ഇറ്റ് ഈസ് ദ എംപ്ലോയി ആൻഡ് എംപ്ലോയർ. അതായത് പലതരത്തിലുള്ള എംപ്ലോയി ഏതൊക്കെയൊക്കെ സ്കീമുകളിൽ യൂണിയൻ ആയിക്കോട്ടെ, യൂണിയൻ അല്ലാത്ത വർക്ക് പ്ലേസിലും ഒക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവര് തമ്മിൽ എന്ത് ചെയ്യുക? ഒരു നല്ലൊരു എന്താ പറയാ റിലേഷൻ നെഗോഷിയേറ്റ് ചെയ്യുക. അതായത് അവരുടെ കോൺട്രാക്ടുകൾ ചിലപ്പോ എംപ്ലോയി ഓർഗനൈസേഷനോട് ചെയ്യുന്ന ചില കോൺട്രാക്ട് ഇപ്പൊ 1 ഇയറിലേക്ക് ബോണ്ട് കൊടുത്തിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, 2 ഇയേഴ്സിൽ. അപ്പൊ കോൺട്രാക്ട് ഫോർ ദാറ്റ് എംപ്ലോയ്മെന്റ്, ആ എംപ്ലോയ്മെന്റിലേക്ക് അവർക്കുള്ള ഒരു കോൺട്രാക്ട് ഒക്കെ ഉണ്ടായിരിക്കും. അത് നെഗോഷിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്നത് മാറ്റം വരുത്തുക. അതുപോലെ തന്നെ കളക്റ്റീവ് ആയിട്ടുള്ള ആർഗ്യുമെന്റുകൾ, ആർഗ്യുമെന്റ് കാണുന്നത് ആർഗ്യുമെന്റ് ആണ്, ARGUMENT, ആർഗ്യുമെന്റ്. ഒരുമിച്ചുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബാർഗെയിനിങ്. ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് പലതരത്തിലുള്ള വിലപേശലുകളും പല രീതിയിലുണ്ടാകും. അവരുടെ വേജസിനെ സംബന്ധിക്കുന്നതാകാം, അവരുടെ വർക്കിംഗ് അവേഴ്സിനെ സംബന്ധിക്കുന്നതാകാം. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെയുള്ള എന്തെങ്കിലും കളക്റ്റീവ് ആയിട്ടുള്ള ബാർഗെയിനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാനേജ് ചെയ്യുക. അതൊക്കെയാണ് റിലേഷൻഷിപ്പ്. അതായത് നമ്മളുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ നമുക്ക് അവിടെ റീറ്റെയിൻ ചെയ്യണം, പിടിച്ചു നിർത്തണം. ആ പിടിച്ചു നിർത്തണമെങ്കിൽ അവർക്കുണ്ടാകുന്ന പരാതികളും മറ്റു കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. അതിനെയൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും. അപ്പോഴാണ് ഒരു ഗുഡ് റിലേഷൻ എംപ്ലോയർ എംപ്ലോയി യൂണിയൻ തമ്മിലുള്ള റിലേഷൻസ് അവിടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എംപ്ലോയീസ് അവിടെ കണ്ട് പറഞ്ഞോളൂ, നമ്മളത് ശ്രദ്ധിക്കേണ്ട എന്ന മട്ടിലാണെങ്കിലോ അങ്ങനെ പറ്റുമോ? ഒരു ബിസിനസ് ഓർഗനൈസേഷൻ അങ്ങനെ എംപ്ലോയീസിനെ ശ്രദ്ധിക്കേണ്ട, അവരവിടെ കിടന്ന് പാടിക്കോട്ടെ അല്ലെങ്കിൽ പറഞ്ഞോട്ടെ, നമ്മളത് മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ വെദർ ബിസിനസ് ഓർഗനൈസേഷൻ ഗെറ്റ് ഡെവലപ്ഡ്, അവിടെ ഏതെങ്കിലും രീതിയിൽ ഒരു പുരോഗമനം ആ ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണന്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. മാത്രമല്ല ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസറ്റ് എന്ന് വേണമെങ്കിൽ പറയാം എംപ്ലോയീസ് ആണ്. ഏറ്റവും നല്ല രീതിയിലുള്ള കഴിവും അറിവും എഫിഷ്യൻസിയും ബുദ്ധിയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാകുക ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ല, അവിടെ വലിയൊരു അസറ്റ് ആണ്. കാരണം കഴിവും മികവുമുള്ള എംപ്ലോയീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലൂടെ പല രീതിയിലുള്ള അച്ചീവ്മെന്റുകളും ഓർഗനൈസേഷന് നേടാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ മെഷീനറിയൊക്കെ നമുക്ക് കാശ് കൊടുത്താൽ വേറെ നല്ല നല്ല പുതിയ പുതിയ ടെക്നോളജി മാറുന്നതനുസരിച്ച് വി ക്യാൻ ഇൻസ്റ്റാൾ, അങ്ങനെയുള്ള മെഷീനറീസ് ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പക്ഷേ വെൽ എഫിഷ്യന്റ് ആയ സ്കിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല നോളജബിൾ ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്.
ക്വാളിഫിക്കേഷൻ ഒക്കെ ഇങ്ങനെ അടുക്കിക്കട്ടിക്ക് കൊണ്ട് വന്നിട്ടുണ്ടായിരിക്കും. ഈ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ബുദ്ധിയോ മറ്റു കാര്യങ്ങളോ എല്ലാ എംപ്ലോയീസിനും ഒരുപോലെ ഉണ്ടാവുമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടോ? ചില ആളുകൾക്ക് ഉണ്ടല്ലോ ഒത്തിരി ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും, പക്ഷെ ഒരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെ ചെയ്യണം എന്ന് അറിയില്ല. അത് എത്ര പറഞ്ഞു കൊടുത്താലും ചിലപ്പോൾ അത് മനസ്സിലായും വരില്ല. അതേസമയം ഇത്രയും ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിലും ഇത് ഇങ്ങനെ രീതിയിൽ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞ് ചില ആളുകളെ നമ്മൾ പറഞ്ഞു കൊടുത്താലേ അവർ നമ്മൾ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി ഒരു പെർസെന്റേജ് ഓഫ് മുന്നിൽ അവർ അത്തരം കാര്യങ്ങൾ കൃത്യം ചെയ്യും. രണ്ട് കാറ്റഗറിയിലും പെട്ട ആളുകളുണ്ട്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ പറയുന്ന എംപ്ലോയീസിനെയൊക്കെ കണ്ടെത്തി അത്തരം എംപ്ലോയീസിനെ നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്തണമെങ്കിൽ അവരുമായിട്ട് സം ഗുഡ് റിലേഷൻ, അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് യൂണിയൻസ്. ഓർഗനൈസേഷനിലുള്ള യൂണിയൻ ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടായിരിക്കും, മറ്റ് സ്കീമുകളിലൊക്കെ എൻഗേജ്ഡ് ആയിട്ടുള്ള ആളുകൾ. ഇങ്ങനെയുള്ളവര് എന്ത് ചെയ്യാം, അവരുടെ കോൺട്രാക്ടുകൾക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി കളക്റ്റീവ് ആയിട്ടുള്ള അവരുടെ ബാർഗൈനിങ് ഒക്കെ സോൾവ് ചെയ്തൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷനിൽ വരുന്നതാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? പോയിന്റ് മനസ്സിലായോ? മാനേജിങ് റിലേഷൻഷിപ്പ്. യെസ്. നെക്സ്റ്റ് വൺ ഈസ് ഇവാലുവേറ്റിംഗ്. ഇവാലുവേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് പ്രാക്ടീസസ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം, അതായത് ഒരു സിസ്റ്റമാണ്. ഈ പറയുന്ന എംപ്ലോയീസിനെ എല്ലാം മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് സിസ്റ്റം ഓഫ് മാനേജ്മെന്റിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് എന്ന് വിളിക്കുക. സോ ദേ ഹാവ് ടു ഈ ഹ്യൂമൻ റിസോഴ്സുകളെയൊക്കെ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ there should be some procedures and also some process of measurement. ഇതൊക്കെ നമ്മൾ ഇവരൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ചില പ്രൊസീജിയേഴ്സ്, ചില സ്ട്രാറ്റജീസ്, അവരുടെ പെർഫോമൻസുകൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചില എന്താ പറയാ ചില പ്രോസസ്സുകൾ, ചില പ്രക്രിയകൾ. എങ്ങനെയാണ് നമ്മൾ ഇവരുടെ പെർഫോമൻസ് നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള ചില പ്രക്രിയകളൊക്കെ വേണം. അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാൻ മാത്രമല്ല, ആക്ച്വലി ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി എ വാല്യൂ ആഡഡ് കമ്പോണന്റ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് പ്രാക്ടീസസിന്റെ ഒരു വാല്യൂ ആഡ്, ഒരു മുൻതൂക്കം കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു വാല്യൂ നമ്മൾ കൂട്ടിക്കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മെഷർമെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുക, ഹ്യൂമൻ റിസോഴ്സുകളെ മാനേജ് ചെയ്യാൻ. അതിനെയാണ് നമ്മൾ ഇവാലുവേറ്റിംഗ് എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സുകളെ നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്ത് മെഷർ ചെയ്ത് കൊണ്ടുപോകേണ്ടത്, അവരുടെ പെർഫോമൻസ് ഒക്കെ എത്രത്തോളം മെഷർ ചെയ്യേണ്ട ഒരു പ്രോസസ്സ്, ഒരു സ്ട്രാറ്റജി, ഒരു പ്രൊസീജിയർ ഹാവ് ടു ബി ഡിസൈഡ്. അതിനു വേണ്ടിയുള്ള ഡിസൈനിങ് ശരിയായ രീതിയിൽ നടത്തണം. എങ്ങനെയൊക്കെയാണ് ഇവരെ ആളുകളെ എങ്ങനെയൊക്കെയാണ് നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്, അതിന് നേരത്തെ കൂടി അതിനൊരു ഡിസൈൻ നമ്മൾ തയ്യാറാക്കണം. എന്നിട്ടാണ് അതനുസരിച്ച് പ്രവർത്തിക്കേണ്ടത്. ഇന്ന രീതിയിലാണ്, അല്ലാണ്ട് എന്താണോ നമുക്ക് മുന്നിൽ വരുന്ന ഒരു പ്രശ്നം, ആ പ്രോബ്ലം, അത് കാണുമ്പോഴല്ല നമ്മൾ അതിന് സൊല്യൂഷന് വേണ്ടിയിട്ട് പോകുക. ബിഫോർ ദാറ്റ്, അത് മുമ്പേ നേരത്തെ കൂടി have to plan or design such procedures. അത്തരം procedures നമുക്ക് ഡിസൈൻ ചെയ്യണം. ഹ്യൂമൻ റിസോഴ്സ് പ്രാക്ടീസുകളെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹ്യൂമൻ റിസോഴ്സ് സിസ്റ്റത്തെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ആൻഡ് പ്രോസസ്സസ് ഷുഡ് ബി ഡിസൈൻഡ്. ദാറ്റ്സ് കോൾഡ് ഇവാലുവേറ്റിംഗ്. അതിനെയാണ് നമ്മൾ ഇവാലുവേറ്റിംഗ് എന്ന് പറയുന്നത്. Okay, so these are the functions of resource management. Resource management functions നമുക്ക് പറയാൻ വേണ്ടി സൗകര്യത്തിന് രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും. അതിൽ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ആണ് ഏതൊക്കെ? പ്ലാനിങ്, സ്റ്റാഫിംഗ്, ഡെവലപ്പിംഗ്, മോണിറ്ററിംഗ്, മാനേജിംഗ് റിലേഷൻസ് ആൻഡ് ഇവാലുവേറ്റിംഗ്. അത്രയുമുണ്ട്, 6 ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? യെസ്. ആ പോയിന്റുകളുടെ ഓരോരോ പോയിന്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതിന്റെ എന്താ പറയാ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന സെന്റൻസ് പഠിക്കണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത സെന്റൻസ് പഠിക്കുമെങ്കിൽ പറഞ്ഞു വിട്ട് അന്നേരം നിങ്ങളൊന്ന് അടയാളപ്പെടുത്തിരിക്കാൻ വരുന്നുണ്ട് അതിന്റെ തൊട്ട് താഴെ. നൗ ലെറ്റ്സ് സീ. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളുടെ ഒരു റിസോഴ്സ് മാനേജ് ചെയ്യുന്നതിന്റെ ഫങ്ഷൻസ് പഠിക്കാൻ എളുപ്പത്തിന് അതിനെ ബ്രോഡ് ആയിട്ട് രണ്ടായി ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നത്? പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് human resource management. Now we are going to see what are the difference between. അല്ലെങ്കിൽ എന്താണ് ഇത്? ഈ പേഴ്സണൽ മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതാണ് ഇനി പറയുന്നത്. അപ്പൊ ഒന്നാമത്തെ ഇതിൽ പറയുന്നു, മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ പേഴ്സണൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് ഇൻ ദെയർ സ്കോപ്പ് ആൻഡ് ഓൾസോ ഇൻ ദെയർ ഓറിയന്റേഷൻ. എന്താ പറയാ, ഈ പേഴ്സണൽ മാനേജ്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം
അത് വ്യത്യാസം കിടക്കുന്നത് എവിടെയാണെന്ന് അറിയോ? അതിന്റെ കാഴ്ചപ്പാടിലും അതിന്റെ അറേഞ്ച്മെന്റിലുമാണ്, ഓറിയന്റേഷനിലുമാണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യത്തിലാണ് പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഏതിന്റെ ബേസിസിലാണ്? ഇൻ ദെയർ സ്കോപ്പ് ആൻഡ് ഓറിയന്റേഷൻ. എന്താണ്? അതായത് നമ്മുടെ ഹ്യൂമൻ പേഴ്സണൽ മാനേജ്മെന്റിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്, വളരെ ചുരുങ്ങിയ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. മാത്രമല്ല ഒരു എന്താ പറയാ, ഈ വർക്കേഴ്സ് അവരുടെ ടൂൾസുമായിട്ട് ബന്ധമുള്ളതിന്. മനസ്സിലായോ? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ മെഷീൻ ഓപ്പറേറ്റേഴ്സ് മാനേജ്മെന്റ് ആണ്, മാൻ മെഷീൻ ഓപ്പറേറ്റേഴ്സ് മാനേജ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ഡയറക്ട്ലി പല എന്താ പറയാ പ്രൊഡക്ഷൻ പ്രൊസീജിയേഴ്സിൽ, ഉൽപാദന പ്രക്രിയയിൽ നേരിട്ട് ബന്ധമുള്ള മെഷീൻസും അതിനെ പ്രവർത്തിപ്പിക്കുന്ന കുറെ തൊഴിലാളികൾ, അവർ തമ്മിലുള്ള ബന്ധമൊക്കെയാണ് നമ്മൾ പേഴ്സണൽ മാനേജ്മെന്റ്. അവരെ മാനേജ് ചെയ്യുന്ന കാര്യമാണ് പേഴ്സണൽ മാനേജ്മെന്റ് വരിക. അത് തന്നെയാണ്, അതുകൊണ്ടാണ് അതിനെ ലിമിറ്റഡ് എന്ന ഒരു പോയിന്റ് സ്കോപ്പ് ആയിട്ട് പറയുന്നത്. ലിമിറ്റഡ് സ്കോപ്പാണ്, വളരെ ചുരുങ്ങിയുള്ളൂ. അതായത് ഏതോ ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് സ്റ്റാഫിനെ മാത്രമേ അവിടെ മാനേജ് ചെയ്യുന്നുള്ളൂ. ദാറ്റ്സ് ഓൾ. അങ്ങനെ വേണമെങ്കിൽ പറയാം നമുക്ക്. ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് സ്റ്റാഫ് ഈസ് മാനേജ്ഡ് അണ്ടർ പേഴ്സണൽ മാനേജ്മെന്റ്. സോ ഇറ്റ് ഇസ് കോൾഡ് ലിമിറ്റഡ് സ്കോപ്പ്. അതുകൊണ്ടാണ് അതിനെ ലിമിറ്റഡ് സ്കോപ്പ് ഉള്ള ഒരു ഏരിയ എന്ന് പറയാൻ കാരണം. അത് മാത്രമല്ല, അത് ബന്ധപ്പെട്ടിരിക്കുന്നത് വർക്കേഴ്സും അവരുടെ ടൂൾസും. എന്തല്ലോ ഞാൻ പറഞ്ഞില്ലേ, വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ജോലിക്കാര്, തൊഴിലാളികൾ, അവരും അവർ ഉപയോഗിക്കുന്ന ടൂൾസ്. ഓക്കെ, ഇനി അത് കുറച്ചുകൂടി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആണ് കേട്ടോ. ഇനി ഇവിടെ വർക്കർ, ആ വർക്കറിന്റെ ബിഹേവിയർ, അവരുടെ കോമ്പിറ്റൻസീസ്, മറ്റുള്ളവരുമായിട്ടുള്ള ഒരു ഇത്, അങ്ങനെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അളക്കുകയും ഇവാലുവേറ്റ് ചെയ്യും. വെൻ ഇറ്റ് ഈസ് വോൺ ഔട്ട് ഷുഡ് ബി റീപ്ലേസ്ഡ്. ഇതെല്ലാം എന്ത് ചെയ്യാം? വോൺ ഔട്ട് ആകുക. വോൺ ഔട്ട് ആകുക എന്ന് പറഞ്ഞാൽ എന്താ? കാലഹരണപ്പെടുക. അതിന്റെ കാലാവധി തീർന്നു മനസ്സിലായ ഇറ്റ് ഷുഡ് ബി റീപ്ലേസ്ഡ്. അവിടെ അത് മാറ്റി സ്ഥാപിക്കേണ്ടി വരും എന്നുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഏതിൽ വരിക? നമ്മളുടെ പേഴ്സണൽ മാനേജ്മെന്റ് വരെ. എന്ന് വെച്ചാൽ അവർ ഉപയോഗിക്കുന്ന മെഷീൻസ്, ടൂൾസ്, വെൻ ഇറ്റ് ഈസ് വോൺ ഔട്ട്, അതിന്റെ കാലാവധി കഴിയുക. ഒരു എന്തെങ്കിലും മെഷീൻസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇറ്റ്സ് ലൈഫ് എക്സ്പെക്ടൻസി അറിയോ? ഒരു വസ്തുവിന് അതിന്റെ ലൈഫ്, ഒരു എസ്റ്റിമേറ്റഡ് ലൈഫ് ഇല്ലേ? നമ്മുടെ വീടുകളിലൊക്കെ എത്രയോ മെഷീൻസ് വാങ്ങിക്കുന്നു. വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്നു, ഫ്രിഡ്ജ് വാങ്ങിക്കുന്നു, എന്താ പറയാ മിക്സി ഗ്രൈൻഡർ വാങ്ങിക്കുന്നു. ഇങ്ങനെയുള്ള മെഷീൻസ് അതിനൊരു ലൈഫ് എക്സ്പെക്ടൻസി ഉണ്ട് അല്ലെ? എസ്റ്റിമേറ്റഡ് ലൈഫ് ഉണ്ട്. 10 വർഷം, 5 വർഷം എന്നൊക്കെ അല്ലെ, 2 വർഷം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഓരോന്നിനും ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള അസറ്റുകളൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിനൊരു എസ്റ്റിമേറ്റഡ് ലൈഫ് അതിലുണ്ട്. ആ ഒരു ലൈഫ് പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഏകദേശം അതിന്റെ എന്താ പറയാ, നമ്മളിപ്പോ സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ കൈപ്പെടുക്കുക എന്ന് പറയും. ആ ഒരു രീതിയിലേക്ക് പോകും. അത് ഉപയോഗിച്ചതിന് ഒത്തിരി ഡിപ്രീസിയേഷൻ ഒക്കെ സംഭവിച്ച് അത് ഇങ്ങനെ ഫോണായിട്ടായി പോകും. അതിന്റെ കാലഹരണപ്പെടും. അതെ, റണ്ണിങ് അവേഴ്സ് ഒക്കെ ഇങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു റീപ്ലേസ് ഇറ്റ്. വീട്ടിൽ തന്നെ റബ്ബർ ബാൻഡോ വിലമുള്ളോ ഒക്കെ വെച്ച് കഴിഞ്ഞ് വീണ്ടും ഉപയോഗിക്കോ? ഇപ്പൊക്കെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കില്ല. മിക്സി ഒക്കെ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു സാധനം. കാരണം മിക്സി ഒരു വീട്ടിൽ ഒരു ദിവസം കറക്കണം എന്നുള്ളത് എന്തോ നിയമം പോലെ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു നേരം കറക്കണം. കാരണം അത് ഉപയോഗിക്കാതെ ഇല്ലാന്ന് നമുക്ക് അരയ്ക്കുന്ന സാധനങ്ങളൊന്നും ഇല്ലല്ലോ. എന്തായാലും മിക്സിയിലിട്ടാണ് ബാക്കിയെല്ലാം ചെയ്യാം. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ നിരന്തരം അല്ലെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണം. സോ അതിന് വേറെ തയ്യാറൊക്കെ പെട്ടെന്ന് സംഭവിക്കും. എന്റെ മെഷീൻസിന്റെ ഓരോ പാർട്സിലൊക്കെ എന്താ പറയാ തേയ്മാനമൊക്കെ സംഭവിച്ച് അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഇത്ര വർഷമായില്ലെങ്കിൽ നമുക്കത് മാറ്റി വാങ്ങിക്കാം. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ലിമിറ്റഡ് ആ വർക്കേഴ്സിന്റെ ടൂൾസ് ആയിട്ടൊക്കെ ഉള്ള കാര്യങ്ങളാണ് പേഴ്സണൽ മാനേജ്മെന്റിൽ വരുന്നത്. എന്നാൽ കമ്പയർഡ് ടു ഇറ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് എ വൈഡർ സ്കോപ്പ്. എന്താണ്? ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് ഉള്ളത്. മാത്രമല്ല ഇറ്റ് കൺസിഡേഴ്സ് എംപ്ലോയീസ് ആസ് ആൻ അസറ്റ് ടു ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ അസറ്റ് ആണ് ആര്? എംപ്ലോയീസ് എന്നാണ് ഏത് പോയിന്റ് ഓഫ് വ്യൂല് ഹ്യൂമൻ റിസോഴ്സിന്റെ സ്കോപ്പിൽ നമ്മൾ പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ സ്കോപ്പിൽ പറയുകയാണെങ്കിൽ ഒരു വൈഡർ സ്കോപ്പ് ആണ്. മാത്രമല്ല ഇറ്റ് കൺസിഡേഴ്സ് എംപ്ലോയീസ് ആസ് ആൻ അസറ്റ് ടു ദ ഓർഗനൈസേഷൻ. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആസ്തി എന്ന് പറയും അല്ലെ? അസറ്റ് ഒന്നല്ല കേട്ടോ, അസറ്റ് അതായത് ആസ്തിയാണ്. നമ്മൾ നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും ലാൻഡ് വാങ്ങിക്കുന്നു അല്ലെ, വീട് വാങ്ങിക്കുന്നു, സ്വർണം വാങ്ങിക്കുന്നു, ഇറ്റ്സ് ആൻ അസറ്റ്. ഇതൊക്കെ അസറ്റുകളാണ്. കാരണം നമ്മളുടെ ഭാവിയിലേക്ക്, ഫ്യൂച്ചറിലേക്ക് നമുക്ക് എന്താ പറയാ മണിയിലെ മറ്റൊരു ടേംസിലേക്ക് മാറ്റി വെക്കാവുന്ന. ഇനി അത് ആ സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു അത്യാവശ്യ സമയത്ത് ഇത് ക്യാൻ ബി അഗൈൻ എന്താ പറയാ നമുക്ക് അതിനെ ചേഞ്ച് ചെയ്ത് നമുക്ക് എന്താ പറയാ മറ്റൊരു ക്യാഷ് ആക്കി മാറ്റാൻ സാധ്യതയുണ്ട്. ചില ഒരു ക്യാഷ് വാല്യൂ ഉള്ള ചില സാധനങ്ങളാണ് അല്ലെ. അത് തന്നെയാണ് എംപ്ലോയീസിനെ അങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ കണക്കാക്കുന്നത്. എന്തുകൊണ്ട്? ബിക്കോസ് ഹ്യൂമൻ റിസോഴ്സസിന് എന്തുണ്ട്? സ്കിൽ, നോളജ് അല്ലെ, എക്സ്പീരിയൻസ്
എക്സ്പീരിയൻസ് ഉള്ള നല്ല സ്കില്ലുള്ള കഴിവുള്ള നല്ല എംപ്ലോയീസിനെ ചില ഓർഗനൈസേഷനിൽ കിട്ടിയാൽ അവർ വിടില്ല. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നേരത്തെ ജോലി എനിക്ക് പഠിച്ചു, ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് അല്ല ഈ ഓർഗനൈസേഷനിൽ എനിക്ക് കിട്ടുന്നത്. സോ ഐ ക്യാൻ എന്താ പറയാ മേക്ക് എനി അതർ ചാൻസ്, മറ്റൊരു കാര്യം എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ അവിടെ അത് യൂസ് ചെയ്യാം എന്ന് വിചാരിച്ച് ചില എംപ്ലോയീസ് നിൽക്കും. അന്നേരം തന്നെ അത് അറിയിക്കുകയാണെങ്കിൽ മാനേജ്മെന്റിൽ അറിയിക്കുമ്പോൾ അവര് കൂടുതൽ സാലറീസ് ഓഫർ ചെയ്യും. കാരണം എന്താ, ആ ആളുടെ കഴിവ്, മികവ്, ആളുടെ ബുദ്ധി അതൊക്കെ നമ്മുടെ ഓർഗനൈസേഷനിൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. സോ ദേ വിൽ ഹോൾഡ് ദം. അത്തരം എംപ്ലോയീസിനെ ഹോൾഡ് ചെയ്യാനാണ് ഓർഗനൈസേഷൻ ശ്രമിക്കുന്നത്, റിട്ടൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു ഒരു മെഷീനിനേക്കാളും വലിയ നല്ല ഒരു അസറ്റ് ആണ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് എ വൈഡർ ആസ്പെക്ട് വിച്ച് ഇസ് കമ്പയർഡ് ടു പേഴ്സണൽ മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അങ്ങനെ ഒരു വൈഡർ സ്കോപ്പ് ഉള്ള ഒരു സാധനമാണ്. ഓക്കെ, ഇനി മാത്രമല്ല അതനുസരിച്ച് ഹ്യൂമൻ റിസോഴ്സുകൾക്ക് കൂടുതൽ അവരുടെ ഓർഗനൈസേഷന്റെ ലക്ഷ്യം, അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ റെസ്പോൺസിബിലിറ്റീസ്, അവർക്ക് കൊടുക്കേണ്ട റിവാർഡ്സ്, ഇതെല്ലാം തന്നെ ഇംപ്രൂവ് ചെയ്യാം, എൻഹാൻസ് ചെയ്യാം അക്കോർഡിംഗ് ടു ദ ഇക്കണോമിക് പെർഫോമൻസ് ആൻഡ് ഓൾസോ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. അത് ഹ്യൂമൻ റിസോഴ്സുകളെ ഡെവലപ്പ് ചെയ്ത് ഓർഗനൈസേഷന് അതിൻ്റെതായ ലക്ഷ്യം നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവരുടെ ഇക്കണോമിക് പെർഫോമൻസ്, സാമ്പത്തികപരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളും മറ്റൊക്കെ ഹൈ ലെവലിലേക്ക് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാനും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന് സാധിക്കുമെന്നതാണ്. ക്ലിയറായോ? രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടത് ഇതാണ്, അല്ല അടയാളപ്പെടുത്തി മാർക്ക് ചെയ്യേണ്ടത് ഇതാണ്. While the scope of personal management, അണ്ടർലൈൻ ചെയ്യാൻ ഞാൻ പറയുന്ന സെന്റൻസ്, the scope of personal management is limited. പറയുന്നത് അത് മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി, വൈൽ വേണ്ട കേട്ടോ. The scope of personal management is limited and has an inverted approach. Workers are viewed as tools. ആ ഒരു സെന്റൻസ് വൈൽ എന്ന് പറയുന്ന വേർഡ് വേണ്ട, അതിന് കഴിഞ്ഞിട്ട് ആ ടൂൾസ് വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, അടുത്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഹാസ് എ, അടുത്ത പാരഗ്രാഫിലെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഓൺ ദ അതർ ഹാൻഡ് എന്നുള്ളത് വേണ്ട. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഹാസ് എ വൈഡർ സ്കോപ്പ് ആൻഡ് കൺസിഡേഴ്സ് employee as an asset to the organization. അതിന്റെ തൊട്ടടുത്ത സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. ഇത് പ്രൊമോട്ട്സ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്താ, ഇൻ ടേംസ് ഓഫ് പ്രൊമോട്ട് ചെയ്യുന്നത് അതിന്റെ ഗോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, റിവാർഡ്, അതിന്റെ ബേസിസിലാണ്. ഇറ്റ് പ്രൊമോട്ട്സ് മ്യൂച്വലി ഇൻ ടേംസ് ഓഫ് goals, responsibility, reward, etc. with the help of enhancing economic performance and high level of human resource development. രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. ഓൺ ദ അതർ ഹാൻഡ് വേണ്ടാന്നാണ് പറഞ്ഞത് കേട്ടോ, അത് വേണ്ട. ബാക്കി രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്യും. ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്തോ? കൊമേഴ്സ് ഒക്കെ പഠിച്ചവർക്കാണെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി എളുപ്പം കാര്യങ്ങൾ ക്ലിയർ ആകും. സയൻസും ഹ്യൂമാനിറ്റീസും ഒക്കെ പഠിച്ചു വരുന്നവർക്ക് അത്ര എളുപ്പം ഇതാവില്ല. അതുകൊണ്ടാണോ 2-3 പ്രാവശ്യം പറഞ്ഞത് വീണ്ടും പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമ്മള് ഇതില് ഓരോന്നും ആണ് പഠിക്കുന്നത്. പേഴ്സണൽ മാനേജ്മെന്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഫങ്ഷൻസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് പേഴ്സണൽ മാനേജ്മെന്റ് എന്നും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നും നമ്മൾ രണ്ടായി തിരിച്ചു. പേഴ്സണൽ മാനേജ്മെന്റ് ഒരു ലിമിറ്റഡ് സ്കോപ്പ് ഉള്ള ഒരു ടേം ആണെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വൈഡർ സ്കോപ്പ് ഉള്ള ഒരു ടേം ആണ്. രണ്ട് നമ്മൾ അങ്ങനെ ഒരു ഇൻവെർട്ടർ റിലേഷൻ ആണുള്ളത്. പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഇൻവെർട്ടർ റിലേഷൻ ആണ് ഇതിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, മറ്റേത് ലിമിറ്റഡ് ആണ്, ഇത് നേരെ ഓപ്പോസിറ്റ് എന്നാണ്. ഇൻവെർട്ടർ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സ്കോപ്പ് ആണ് ഇതിനുള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനുള്ളത്. ദാറ്റ് മീൻസ് ഒരു വൈഡ് സ്കോപ്പ് ആണ്. ഇനി എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ്? അതിന്റെ ഒരു ഡെഫിനിഷൻ ആണ് പറയുന്നത്. പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് എ പാർട്ട് ഓഫ് മാനേജ്മെന്റ് ദാറ്റ് ഡീൽസ് വിത്ത് recruiting, staffing, development and compensation of the workforce and their relation with the organization to achieve the organizational objectives.
ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അവിടുത്തെ വർക്ക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ജോലിക്കാരുടെ അവരുടെ റിക്രൂട്ട്മെന്റ്, അവരുടെ സ്റ്റാഫിങ്, അവരുടെ ഡെവലപ്മെന്റ്, അവരുടെ കോമ്പൻസേഷൻ, ഈ വർക്ക് ഫോഴ്സിന്റെ ഈ കാര്യങ്ങളെല്ലാം അത് ഓർഗനൈസേഷനുമായിട്ടുള്ള ബന്ധവും ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനുള്ള കാര്യങ്ങളും അതെല്ലാം മാനേജ് ചെയ്യുക എന്നുള്ളതാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എന്താണെന്ന് മനസ്സിലായോ? പേഴ്സണൽ മാനേജ്മെന്റ് ആ സെന്റൻസ് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്യണം. ഡെഫിനിഷൻ, പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈസ് ദ പാർട്ട് ഓഫ് മാനേജ്മെന്റ് വിച്ച് ഡീൽസ് വിത്ത് ദ റിക്രൂട്ട്മെന്റ്, ഹയറിംഗ്, സ്റ്റാഫിംഗ്, ഡെവലപ്മെന്റ് ആൻഡ് കോമ്പൻസേഷൻ ഓഫ് ദ വർക്ക് ഫോഴ്സ്. വർക്ക് ഫോഴ്സിന്റെ എന്താ പറയാ, റിക്രൂട്ട്മെന്റ്, ഹയറിംഗ്, സ്റ്റാഫിംഗ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ ആൻഡ് അതും പിന്നെന്താ റിലേഷൻ വിത്ത് ദ ഓർഗനൈസേഷൻ, അവരുടെ ബന്ധം, ആരുമായിട്ടുള്ള ബന്ധം? ബിസിനസ് ഓർഗനൈസേഷനുമായിട്ടുള്ള ബന്ധവും. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷണൽ ഗോൾസ്, ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് വിളിക്കുക. പേഴ്സണൽ മാനേജ്മെന്റിന്റെ പ്രൈമറി ഫംഗ്ഷൻസിനെ പ്രധാനമായിട്ടും രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പ്രൈമറി ഫംഗ്ഷൻസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു two categories. Which are they? ഏതൊക്കെയാണ് രണ്ട് കാറ്റഗറീസ്? ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസും മാനേജീരിയൽ ഫംഗ്ഷൻസും. ഓക്കെ, പ്രൈമറി ഫംഗ്ഷൻസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റിന്റെ രണ്ട് കാറ്റഗറീസ് ആണ് പറയുന്നത്. ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ, മാനേജീരിയൽ ഫംഗ്ഷൻ. അതിന് മുമ്പ് അണ്ടർലൈൻ ചെയ്തോ? പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ അണ്ടർലൈൻ ചെയ്തോ? അതിനുശേഷം ഓപ്പറേറ്റീവ് ഫംഗ്ഷൻ, മാനേജീരിയൽ ഫംഗ്ഷൻ, അതും രണ്ടും അണ്ടർലൈൻ ചെയ്യുക. അതും അണ്ടർലൈൻ ചെയ്യുക, രണ്ട് ഫംഗ്ഷൻസ്. എന്താണ് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ? ഓപ്പറേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ, ഓർഗനൈസേഷന്റെ കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ളത്. അതായത് ജോലിക്കാരെ പ്രൊക്യൂർ ചെയ്യുക, നേടുക, ജൂനിയർ എംപ്ലോയീസിനെ നേടുക, അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ട്രെയിനിങ് മറ്റൊക്കെ കൊടുക്കുക, അവർക്ക് കോമ്പൻസേഷൻ, അവർക്ക് വേണ്ട കൂലി, എന്താ പറയാ, സാലറി എന്തൊക്കെയാണോ അത് കൊടുക്കുക, ജോബ് ഇവാലുവേഷൻ, അവരുടെ ജോലിയെ ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എംപ്ലോയീസിന്റെ വെൽഫെയർ, ജോലിക്കാരുടെ ക്ഷേമം, അവർക്ക് സൗകര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന സമയത്ത് തടസ്സമൊന്നും കൂടാതെ ചെയ്യാൻ പറ്റുന്നുണ്ടോ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. യൂട്ടിലൈസേഷൻ, അവരെ പരമാവധി ഉപയോഗിക്കുക, അവരെ മെയിൻറ്റെയിൻ ചെയ്യുക, മെയിൻ്റെനൻസ് ട്രെയിനിങ് ഒക്കെ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അവരുടെ കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞ കൂട്ടായിട്ട് അവരുടെ വിലപേശലാണ്. വിലപേശൽ എന്തിനെ സംബന്ധിച്ചായിരിക്കാം? അവരുടെ കൂലിയെ സംബന്ധിച്ചാകാം, അല്ലെങ്കിൽ അവരുടെ സമയം, ജോലി സമയം, 1 മണിക്കൂറിനകത്ത് പറ്റില്ല എന്നൊക്കെ എല്ലാവരും ഒരുമിച്ച് ബാർഗെയിൻ ചെയ്താൽ അതിനെന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങളിലേക്ക് നടപ്പിലാക്കി കൊടുക്കേണ്ടി വരും അല്ലെ? എത്ര വർക്ക് ലോഡാണ്, ഒത്തിരി ജോലി, ഓവർ ടൈം ഒക്കെ ജോലി ചെയ്യിപ്പിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾക്ക് അത് പറ്റുന്നില്ല എങ്കിൽ അവര് എല്ലാവരുമായിട്ട് കളക്റ്റീവായിട്ട് ബാർഗെയിൻ ചെയ്യും. അതൊക്കെയാണ് നമ്മൾ വിളിക്കുക. അപ്പൊ അങ്ങനെ അവരുടെ ആവശ്യങ്ങളാണ്, അവരുടെ ആവശ്യങ്ങൾ എല്ലാവരും കൂടി കൂട്ടം ചേർന്ന് അതൊരു പരാതി രൂപത്തിലാകും. അതെയാണ് കളക്റ്റീവ് ബാർഗെയിനിങ്. ഇതാണ് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസിൽ വരാം. ഓപ്പറേറ്റീവ് മാനേജ്മെന്റിന്റെ, പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസിൽ വരുന്ന ആക്ടിവിറ്റീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ജോബ് ഇവാലുവേഷൻ, എംപ്ലോയി വെൽഫെയർ, യൂട്ടിലൈസേഷൻ, മെയിൻ്റെനൻസ് ആൻഡ് കളക്റ്റീവ് ബാർഗെയിനിങ്. ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസിൽ ഇതെല്ലാം വരും. ഇനി രണ്ടാമത്തേതാണ് മാനേജീരിയൽ ഫംഗ്ഷൻ. എന്താണ് മാനേജീരിയൽ ഫംഗ്ഷൻ? മാനേജ്മെന്റ് ആണ്. അവിടെ എന്തൊക്കെ എവിടെയായിരിക്കാം? പ്ലാനിങ് ആണ്. എംപ്ലോയീസിനെ കുറിച്ചിട്ടുള്ള പ്ലാനിങ്, അവർക്ക് അവരെ ഓർഗനൈസ് ചെയ്യുക, അറേഞ്ച് ചെയ്യുക, അവർക്ക് വേണ്ട ഡിറക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് വേണ്ട മോട്ടിവേഷൻസ് കൊടുക്കുക, അവരെ കൺട്രോൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. ഇതെല്ലാം മാനേജീരിയൽ ആക്ടിവിറ്റീസിൽ വരും. മാനേജീരിയൽ ആക്ടിവിറ്റീസ് പെർഫോംഡ് ബൈ പേഴ്സണൽ മാനേജ്മെന്റ്. അപ്പോ പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഡെഫിനിഷൻ എന്താണ്? അതിന്റെ പ്രൈമറി ഫംഗ്ഷൻസ് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസ് എന്നും മാനേജീരിയൽ ഫംഗ്ഷൻസ് എന്നും. ഓപ്പറേറ്റീവ് ഫംഗ്ഷൻസിൽ എന്തുവരും? എംപ്ലോയീസിന്റെ പ്രൊക്യൂർമെന്റ്, ഡെവലപ്മെന്റ്, കോമ്പൻസേഷൻ, ജോബ് ഇവാലുവേഷൻ, എംപ്ലോയി വെൽഫെയർ, യൂട്ടിലൈസേഷൻ, മെയിൻ്റെനൻസ് ആൻഡ് കളക്റ്റീവ് ബാർഗെയിനിങ് ആണ് വരുന്നതെങ്കിൽ മാനേജീരിയൽ ഫംഗ്ഷനിൽ വരുന്നത് പ്ലാനിങ്, ഡിറക്ടിങ്, കൺട്രോളിങ്, മോട്ടിവേറ്റിംഗ്, കോർഡിനേറ്റിംഗ്, ദ ബേസിക് മാനേജീരിയൽ ആക്ടിവിറ്റീസ്. അതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള മാനേജീരിയൽ ആക്ടിവിറ്റീസ്. ക്ലിയർ ആയോ? അത് രണ്ടും അണ്ടർലൈൻ ചെയ്യണം. രണ്ടും തമ്മിൽ എളുപ്പം വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് തമ്മിൽ എന്താ പറയാ, ക്ലാഷ് ഒന്നും വരില്ല. അങ്ങനത്തെ രണ്ട് പോയിന്റുകളാണ് ഓപ്പറേറ്റീവ് ഫംഗ്ഷനും മാനേജീരിയൽ ഫംഗ്ഷനും. അണ്ടർലൈൻ ചെയ്യാമോ? വായിച്ചു നോക്കിയേ. ഡെഫിനിഷൻ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റും അതിന്റെ ഫംഗ്ഷൻസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന രണ്ട് കാറ്റഗറി. നമുക്ക് വേഗം വായിച്ചു നോക്കുക.
കുഴപ്പമൊന്നുമില്ലല്ലോ? ഹലോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ വായിച്ചിട്ട്? പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയില്ലേ? ക്ലിയർ അല്ലേ? യെസ് 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 എന്നൊക്കെ പറയും. കുറച്ചു പേരൊന്നും അധികം സംസാരിക്കാത്തവരാണോ? എന്തെങ്കിലും ഒരു മെസ്സേജ് ആണെങ്കിലും നിങ്ങളുടെ അവിടെ ടൈപ്പ് ചെയ്തിട്ടാ മതി. പറയാട്ടോ, പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് എന്ത് കാര്യമാണെങ്കിലും നമുക്കുമായിട്ട് ഷെയർ ചെയ്യാം, കേൾക്കാം. നിങ്ങൾക്കൊന്നും അങ്ങനെ പറയാനായിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഓൾമോസ്റ്റ് കൊടുത്തിട്ട് ക്ലാസ് കഴിയുന്നത് വരെ, സമയം തീരുന്നത് വരെ എടുക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയാം, സജഷൻസോ മറ്റു കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും പറയാം. പിന്നെ നമുക്ക് ലാസ്റ്റ് ഒക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഒക്കെ സമയം ഒരു പ്രത്യേക സമയമായതുകൊണ്ട് എല്ലാവർക്കും ഒരു ചെറിയ മടിയും ഉറക്കമൊക്കെ വരുന്ന സമയമാണ്. പക്ഷെ അതൊക്കെ നമ്മളിങ്ങനെ ഭയങ്കര അലേർട്ടായിട്ട് വളരെ എനർജറ്റിക് ആയിട്ടൊക്കെ ഇരിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അപ്പൊ നമ്മൾ പേഴ്സണൽ മാനേജ്മെന്റ് അതിന്റെ ഫങ്ഷൻസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് കണ്ടത്. ഇനി ഈ പറയുന്ന നമ്മളുടെ സ്പിനോർഗനോ നമ്മൾ ഈ ഒരു ഫങ്ഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങിയത്. ഈ തുടങ്ങിയിട്ട് നമ്മൾ പറഞ്ഞത് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. ഇവിടെ വരെ ദാറ്റ് മീൻസ് മാക്സിമം ഒരു പേജ്. ഇങ്ങനെ വലിയ ബോൾഡായിട്ടുള്ള 1-2 പേജ് കിടക്കുന്നുള്ളൂ. ഇത്രയും വരെ എത്തിയുള്ളൂ. ദാറ്റ് മീൻസ് ഞാൻ സ്പീഡ് അതൊരു അങ്ങനെയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അത് സ്പീഡായിട്ട് ഇങ്ങനെ കേൾക്കുന്നത് പോലെ തോന്നുക. പക്ഷെ പറയുന്നത് ഞാൻ കുറച്ചധികം പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. പിന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നു. ആ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നതിന് വേണ്ടിയിട്ടൊന്നറിയോ? പോയിന്റോ സെന്റൻസോ അതിന്റെ മീനിങ്ങോ അവിടെ പറയുന്ന കാര്യങ്ങൾ ആക്കാൻ പറ്റുന്നില്ലെങ്കിൽ, മനസ്സിലാകുന്നില്ലെങ്കിൽ അത് പറയാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത്. നമ്മുടെ കുറെ പേരൊക്കെ യെസ് യെസ് എന്നൊക്കെ പറയുന്നത് കൊണ്ട്, ഓക്കെ എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ അടുത്തടുത്ത പോർഷനിലേക്ക് പോകുന്നു എന്ന് മാത്രം. നിങ്ങൾക്ക് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറയുന്നു. ഓക്കെ, അത് ആ പറഞ്ഞു മനസ്സിലായി, ആ സെന്റൻസ് മനസ്സിലായി എന്ന് പറഞ്ഞുതരും എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ഒരു പേടി വേണ്ട, അടുത്ത ഭാഗത്തേക്ക് അത് കഴിഞ്ഞേ പോകുന്നു. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഓക്കെ ഓക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ എല്ലാവർക്കും വേണ്ടി റെപ്രസെന്റ് ചെയ്ത് പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ ഓക്കെ നേടുക എന്നാണ് അതിന്റെ അർത്ഥം. പുതിയ എംപ്ലോയീസിനെ നേടുക, ഹയർ ചെയ്യുക, അതൊക്കെ ഒന്ന് തന്നെയാണ്. നേടുക അങ്ങനെ പലരും പുതിയത് ഉപയോഗിച്ചിരിക്കുന്നത് മാത്രം. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ 1-2 പേരോ അല്ലെങ്കിൽ 3-4 പേരോ അവിടെ ടൈപ്പ് ചെയ്ത് എസ് എന്ന് ഓക്കെ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ വിചാരം എല്ലാവരെയും റെപ്രസെന്റ് ചെയ്ത് ഈ കുട്ടികൾ ഇങ്ങനെ സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള അവർ പറയുന്നു എന്നാണ്. എന്റെ കാര്യം എനിക്കറിയുള്ളൂ. അയ്യോ, എനിക്ക് ആ ടീച്ചർ പറഞ്ഞു മനസ്സിലായി. അപ്പൊ ഞാനല്ലേ ചോദിക്കണ്ടേ? പറയേ. ഹലോ, എല്ലാവരും ഒന്ന് ഓണായേ. യെസ്, അങ്ങനെ തന്നെ ആവണം. എനിക്ക് മനസ്സിലാകാത്ത ഞാൻ ചോദിച്ചു മനസ്സിലാക്കണം. അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ആരും സംസാരിക്കില്ല. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മൾ മാത്രമേ സംസാരിക്കാനുള്ളൂ. ഓക്കെ, കണ്ട കുറെ പേരൊക്കെ ഓക്കെ. അതെന്റെ ഒരു രീതിയാണ്. അങ്ങനെ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഓരോ വാക്ക് എടുത്ത് പറയാന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ. എല്ലാവരെയും ആ ഒരു സ്ലാങ് ഒരുപോലെ അല്ല. അതുകൊണ്ട് എന്റെ ഒരു രീതി അങ്ങനെയാണ് തോന്നുന്നത്. കുറച്ച് കഴിയുമ്പോൾ പിള്ളേർ പറയുന്നത് ഇപ്പൊ ഞങ്ങൾക്കത് ആ ഒരു കാര്യം മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ അതിൽ എന്താ പറയാ ലയിച്ചു. ടീച്ചർ അങ്ങനെ എടുക്കുന്നത് കൊണ്ട് സ്റ്റുഡൻസ് ആയിരുന്നു. ഓക്കെ, അവർക്ക് അതുകൊണ്ട് അത് പറ്റുന്നു. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഇപ്പൊ അങ്ങനത്തെ ചിലപ്പോ ഇത്ര സ്പീഡിൽ സംസാരിക്കുന്ന ആളുകളെ കാണാത്തതായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അത് ചിലപ്പോ ശരിയാവും. മനസ്സിലായില്ലെങ്കിലും പറയുക. സ്പീഡ് ഉണ്ടായിക്കോട്ടെ ഏട്ടാ. സ്പീഡ് ആയെങ്കിലും മനസ്സിലായെങ്കിൽ പറയുന്നു കേട്ടോ. ശ്രീജ മനസ്സിലായെങ്കിൽ പറയണേ. ശ്രീജ ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ നമ്മള് പേഴ്സണൽ മാനേജ്മെന്റിന്റെ ആ 2 ഫങ്ഷൻസ്, 2 രീതിയിലുള്ള ഫങ്ഷൻ ആണ്. പേഴ്സണൽ മാനേജ്മെന്റ് ലിമിറ്റഡ് സ്കോപ്പ് ആണ്. അതിന്റെ പ്രധാനമായിട്ടുള്ള 2 ഫങ്ഷൻസ് ആണ്. അത് സൗകര്യത്തിന് തന്നെയാണ് ആ 2 ഫങ്ഷൻസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഓപ്പറേറ്റീവ് ഫങ്ഷനും ഒന്ന് മാനേജറിയൽ ഫങ്ഷനും. ഓപ്പറേറ്റീവ് എന്ന് വെച്ചാൽ ബിസിനസ്സിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് ആരെ വേണം? എംപ്ലോയീസ് വേണം. ആ
ആ എംപ്ലോയീസിനെ പ്രൊക്യൂർ ചെയ്യുക, അവരുടെ ഡെവലപ്മെന്റ്, അവർക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷൻ, അവരുടെ ജോബ് ഇവാലുവേഷൻസ്, അവർ ചെയ്യുന്ന ജോലി ഇവാലുവേറ്റ് ചെയ്യണ്ടേ. ഇപ്പൊ ഞാനിവിടെ വന്നിരുന്ന എല്ലാ ദിവസവും ക്ലാസ് എടുക്കുന്നുണ്ട്. എന്റെ ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യണം വേണ്ടേ? അതായത് വെതർ ഞാൻ ആ ഒരു ക്ലാസ്സുകൾ എടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് അത് മനസ്സിലാകുന്ന രീതിയിലേക്ക് അത് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ആ ടീച്ചർ, അങ്ങനെ അത് ഇവാലുവേറ്റ് ചെയ്യണം. അത് ഇവാലുവേറ്റ് ചെയ്യാൻ ഒന്നില്ലെങ്കിൽ നേരിട്ട് എന്റെ ക്ലാസ്സുകൾ കാണാം, അതർവൈസ് മറ്റൊരു രീതി അതാ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്ക് എടുക്കാം അല്ലേ. നിങ്ങൾക്ക് പറയും ടീച്ചർ ആ ടീച്ചർ എന്തൊക്കെയാ വന്നിട്ട് പറഞ്ഞിട്ട് പോകുന്നത് ഒന്നും മനസ്സിലായില്ല, ഇങ്ങനെയാണെങ്കിൽ മനസ്സിലായോ നമ്മൾ ചോദിക്കണേ. കാരണം ഇത് അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ്. ഹ്യൂമൻ റിസോഴ്സ്, നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മളുടെ ഡെവലപ്മെന്റ്, നമ്മളുടെ സ്വന്തം ഡെവലപ്മെന്റും അതോടൊപ്പം ഒരു ബിസിനസ്, ഏത് ബിസിനസ്സിൽ നമ്മൾ ജോലി ചെയ്യുന്നു അവരുടെ ഗോളുകൾ നേടിയെടുക്കാനുള്ള കാര്യങ്ങളും, ഇത് രണ്ടും വേണം. മനസ്സിലായോ? ഞാൻ എന്റെ ജോലി ചെയ്യുമ്പോൾ ഞാനും വളരണം, ഞാൻ ചെയ്യുന്ന ജോലി സ്ഥലത്ത് ആ സ്ഥാപനവും വളരണം വേണ്ടേ? അങ്ങനെയാണോ? ഞാൻ ജോലി ചെയ്തത് എന്റെ എനിക്ക് കാശിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ജോലി ചെയ്തു. എന്തെങ്കിലും വന്നിട്ട് പറഞ്ഞിട്ട് നമ്മൾ ഒരു മാസം വന്ന് പഠിപ്പിക്കുന്നു, ഒരു മാസത്തെ സാലറി പഠിക്കുന്നു, അടുത്ത മാസം വീണ്ടും അവർ തന്നെ ചെയ്യുന്നു, അതിലെന്തർത്ഥം അല്ലേ? അങ്ങനെയല്ലല്ലോ. ഐ ഹാവ് ടു ബി ഡെവലപ്ഡ്. എന്റെ നോളജ്, എന്റെ സ്കില്ല്, എന്റെ എബിലിറ്റി വളർന്നുകൊണ്ടേയിരിക്കണം ഓരോ ദിവസം ചെല്ലുന്തോറും അല്ലെ. ആ കഴിവ് വർദ്ധിപ്പിക്കണം. എക്സ്പീരിയൻസ് ആണ് നമ്മളെ കൂടുതൽ പെർഫെക്റ്റ് ആക്കുന്നത്. ഓരോ ദിവസത്തെ ക്ലാസ് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റണം. അതോടൊപ്പം തന്നെ അത് എന്റെ ഡെവലപ്മെന്റ് ആണ്, എന്റെ പേഴ്സണൽ കാര്യമാണ്, വ്യക്തിപരമായ കാര്യമാണ്. ആൻഡ് ഓൺ ദ സെയിം വേ അതിന്റെ ഒപ്പം തന്നെ എന്ത് വളരണം, എന്റെ ബിസിനസ് വളരണം. എന്നിലൂടെ ഞാൻ ചെയ്യുന്ന ജോലി അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു, കൂടുതൽ ക്ലാസ്സുകൾ, കൂടുതൽ കുട്ടികൾ, അവിടുത്തെ ടീച്ചേഴ്സ് കൊള്ളാം, അവിടെ ടീച്ചേഴ്സ് നല്ല രീതിയിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, അങ്ങനെ ഈ ആളുകൾ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓരോ ആളുകൾ കുട്ടികൾ പറഞ്ഞു കേട്ട് അവര് ഷെയർ ചെയ്തിരിക്കുന്നതിൽ നിന്ന് ഓക്കെ അങ്ങനെ ഡെവലപ്ഡ് ആകും. അതൊക്കെ വരുന്നത് ഓപ്പറേറ്റീവ് ഫങ്ഷൻസിലാണ്. ആൻഡ് മാനേജറിയൽ ഫങ്ഷൻസിൽ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. അതിന് വേണ്ട ഡിറക്ഷൻസ്, അതുപോലെ എംപ്ലോയീസിന് വേണ്ട മോട്ടിവേഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്, അങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് ഇതെല്ലാം മാനേജറിയൽ എന്താ പറയുക ആക്ടിവിറ്റീസിലാണ് വരുന്നത്. ഓക്കെ, അങ്ങനെ രണ്ട് ഫങ്ഷൻസ് ആണ് നമ്മുടെ പേഴ്സണൽ മാനേജ്മെന്റിനകത്ത് വരുന്നത്. ഇനി നമ്മളുടെ ഈ പേഴ്സണൽ മാനേജ്മെന്റ്, ഇസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആൻഡ് പേഴ്സണൽ മാനേജ്മെന്റ്? അതെ, തീർച്ചയായിട്ടും there is a relation, ഒരു ബന്ധമുണ്ട് ഇതിൽ തമ്മിൽ. ആരൊക്കെ? പേഴ്സണൽ മാനേജ്മെന്റും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് ഒക്കെ പഠിച്ചപ്പോൾ കുറച്ച് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ എന്ന ടോപ്പിക് ഒക്കെ വന്നിട്ടുണ്ട് അതിനകത്ത്. ഇവിടെ എന്താ പ്രത്യേകത എന്നറിയോ? ഈ പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു വർക്കേഴ്സ്, അവരുടെ ടൂൾസ് അതിനെയൊക്കെ മാനേജ് ചെയ്യുന്നതാണ്. അതേസമയം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒരു വൈഡർ സ്കോപ്പാണ്. എംപ്ലോയീസ്, അവരെ റിക്രൂട്ട് ചെയ്യുന്നു, അവരെ പ്രൊക്യൂർ ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, അവരെ കോർഡിനേറ്റ് ചെയ്യുന്നു, അവരെ ഡെവലപ്പ് ചെയ്യുന്നു, അവരുടെ വെൽഫെയർ, അവർക്ക് കൊടുക്കേണ്ട കോമ്പൻസേഷൻസ്, അവരുടെ ജോബ് ഇവാലുവേഷൻസ്, അവരുടെ പെർഫോമൻസ് അപ്രൈസൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ അതൊരു വൈഡർ സ്കോപ്പാണ്. രണ്ടും വലിയ വ്യത്യാസമുള്ള സ്കോപ്പുകൾ തന്നെയാണ്. എന്നാൽ പറയുന്നു മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇന്ന് പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് സൂപ്പർസീഡഡ് ബൈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഈ പേഴ്സണൽ മാനേജ്മെന്റിനെ എന്താക്കിയിരിക്കുന്നു? സൂപ്പർസീഡഡ് മറികടക്കുന്നു. അത് മറികടന്നിട്ട് എവിടേക്ക് എത്തിയിരിക്കുന്നു? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക്, ഡ്യൂ ടു ദ ഡെവലപ്മെന്റ് ഓഫ് ടെക്നോളജി. അതായത് ടെക്നോളജി വർദ്ധിച്ചു വന്നപ്പോ അതെന്താ പ്രത്യേകത എന്ന് പറയട്ടെ. പണ്ട് നമുക്കറിയാം, ഈ പണ്ടൊക്കെ ഞാൻ ഉദാഹരണം പറയാമോ, പണ്ടൊക്കെ നമ്മളുടെ ഓരോ എന്തെങ്കിലും സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറീസ്, അവിടേക്ക് ഉത്പാദനത്തിന് എന്തായിരുന്നു? മനുഷ്യന്മാരാണ് കൂടുതലും ജോലി ചെയ്തിരുന്നത്. ആണോ? ഉദാഹരണം വലിയ കാര്യത്തിൽ കൊണ്ട് അഗ്രികൾച്ചർ, കൃഷിയൊക്കെ ഇല്ലാണ്ടായി പോയി. കൃഷിയൊക്കെ ചെയ്തിരുന്ന സമയത്തെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളൊക്കെ വളരെ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ഈ എന്താ പറയാ ഞാറ് നടുന്നതും പിന്നെ എന്താ പറയാ പിന്നെ പറിച്ചെടുത്തിട്ട് പിന്നെ നടും അങ്ങനെയൊക്കെയാണ് കണ്ടത്. പിന്നെ അത് വളർന്നു വന്ന് നെല്ല് ഇതൊക്കെ ആക്കി കൊയ്തെടുത്ത് കൊണ്ടുവന്ന് ആ നെല്ലും എന്താ പറയാ ഒരു ബക്കയായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഇതൊക്കെ ഈച്ച് ആൻഡ് എവറി ബിഗിനിങ് തുടങ്ങി എന്റെ പ്രോസസ് അത് അരിയായി മാറുന്ന അരിയിലേക്ക് കൺവേർട്ട് ചെയ്ത് അത് കഴിഞ്ഞ് നെല്ലൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നെല്ല് പുഴുങ്ങി അത് ഉണക്കി അത് അതിലൊക്കെ ഇട്ട് ഉണക്കിയിട്ട് എന്ത് ചെയ്യുന്നു? മില്ലിലൊക്കെ അത് കഴിഞ്ഞപ്പോഴൊക്കെ എനിക്ക് വീണ്ടും വന്നിട്ടുണ്ട്. ഉരുളിലൊക്കെ ഇടിച്ച് അതെന്ത് ചെയ്യും? അതിന്റെ തൊലി കളഞ്ഞു കഴിയുമ്പോൾ അരിയും പിന്നെ ഉണ്ണിയൊക്കെ ആയിട്ട് വേറെ വേറെ തീരും. ഇതിന്റെ ഈച്ച് ആൻഡ് എവറി പ്രോസസ് ആരാ ചെയ്തിരുന്നത്? മനുഷ്യന്മാരല്ലേ ചെയ്തിരുന്നത്? ആണോ?
ആണോ എന്ന് നിങ്ങൾ പറയാം. എന്നിട്ട് എനിക്ക് ബാക്കിയായിട്ട് പറയാൻ പറ്റും ആണോ അല്ലയോ ആണ്. എന്നാൽ these all things are replaced due to the development of technology such as tractors. എന്നാൽ ടെക്നോളജി വളർന്നു വന്നപ്പോ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇല്ല, പലതും മെഷീൻസ്, പലതരത്തിലുള്ള യന്ത്രങ്ങളും ഈ പറയുന്ന കാര്യങ്ങൾ ജോലി ചെയ്യാൻ തുടങ്ങി. ഉദാഹരണത്തിന് നില കൊടുക്കുന്നത് മനുഷ്യന്മാർ ഈ കലപ്പയൊക്കെ വെച്ചിട്ട് കാളയൊക്കെ കെട്ടിയിട്ട് ആണ് ചെയ്തത്. അതിന് പകരം ട്രാക്ടേഴ്സ് കൊണ്ടുവന്നു. ഈ നെല്ല് ഒക്കെ അവിടുന്ന് എന്താ പറയാ കൊയ്തെടുക്കാനും അത് നെല്ലും വൈദ്യുതമായിട്ട് വേർതിരിക്കാനുള്ള മെഷീൻസ് വന്നു. അപ്പൊ എന്ത് പറ്റി? ഈ പറയുന്ന മനുഷ്യന്മാര് ചെയ്യേണ്ട പല ജോലികളും അവിടെ മെഷീൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്തു. ആണോ? മെഷീൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്തോ? അപ്പൊ മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നത്. കൂടുതലും മെഷീൻസ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് കൊണ്ട് എന്ത് ചെയ്തു? ഹ്യൂമൻസിനെ എല്ലാം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു? നമ്മൾ മെഷീൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്തു. മനസ്സിലായോ? ആ ഒരു ഡെവലപ്മെന്റിന്റെ ആ ഒരു ഇതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പേഴ്സണൽ മാനേജ്മെന്റിൽ നിന്നും സൂപ്പർസീഡ് ചെയ്ത് വന്നത്. എന്ന് വെച്ചാൽ മാറി കിടന്ന് അതിനെ ഓവർടേക്ക് ചെയ്ത് ഈ പേഴ്സണൽ മാനേജ്മെന്റ് എന്നുള്ള കാര്യം മാറി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് എത്തിച്ചേർന്നു. എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേക്കാണ്. ശരിക്കും പറഞ്ഞ ഒരു പൂർവികൻ എന്ന് വേണമെങ്കിൽ പറയാം പേഴ്സണൽ മാനേജ്മെന്റിനെ. ഇന്ന് അതൊരു ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് ആയിട്ട് പേഴ്സണൽ മാനേജ്മെന്റിനെ കൊണ്ടുവന്നു. ഒരു അഡ്വാൻസ്ഡ് ഫോം ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയാം. പേഴ്സണൽ മാനേജ്മെന്റിന്റെ ഒരു അഡ്വാൻസ്ഡ് രൂപമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന. ഇന്ന് ഹ്യൂമൻസിനെയൊക്കെ എന്തുകൊണ്ട് മെഷീൻസ് കൊണ്ട് റീപ്ലേസ് ചെയ്തിരിക്കുന്നു? നമ്മുടെ വീടുകളിൽ നമ്മൾ തന്നെ അമ്മിയിലും ഇതിലൊക്കെ വെച്ചിട്ട് അരച്ചിരുന്നത് ഇന്ന് അതിന് പകരം എല്ലാവരുടെയും കുത്തിയോ അരച്ചോ ഒക്കെ എടുത്തിട്ട് മിക്സിക്കകത്തിട്ട് അവിടെ വെച്ച് കറക്കിയാൽ മതി. അരയ്ക്കുന്ന നമുക്ക് നമ്മളെല്ലാം ജോലി ചെയ്യുന്നത്. ഞാൻ ഇന്ന് കാലത്ത് എഴുന്നേറ്റിട്ട് തുണി കഴുകി അല്ലെങ്കിൽ കറക്കി അരച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ പകുതി മുക്കാലും മണിയാണ് ചെയ്യുന്നത്. വെറുതെ അതൊക്കെ നമ്മൾ ഇടാൻ വേണ്ടി മാത്രം പോയിട്ടുള്ളൂ. ഇത് പണി മുഴുവൻ ചെയ്താൽ മെഷീൻസ് ആണ് അല്ലെ പറയുമ്പോ അങ്ങനെയല്ലേ ചെയ്യാം. പണ്ടൊക്കെ പറയായിരുന്നു. ഓക്കെ, ശരിയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്പെഷ്യലൈസ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് ബ്രാഞ്ച് ഓഫ് മാനേജ്മെന്റ്. ഒരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാനേജ്മെന്റ് ആണ്. അതിനകത്ത് അക്വിസിഷൻ, മെയിൻ്റനൻസ്, ഡെവലപ്മെന്റ്, യൂട്ടിലൈസേഷൻ, കോർഡിനേഷൻ ഓഫ് പീപ്പിൾ അറ്റ് വർക്ക്. ഒരു ജോലി സ്ഥാപനത്തില് ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ അക്വിസിഷൻ, അവരെ അക്വയർ ചെയ്യുക, നേടുക, അതായത് ജോലിക്ക് ആളുകളെ നേടുക, അവരെ മെയിൻറ്റെയിൻ ചെയ്യുക, അവർക്ക് വേണ്ട ഡെവലപ്മെന്റുകൾ, അവരെ യൂട്ടിലൈസ് ചെയ്യുന്നത്, അവരുടെ കോർഡിനേഷൻ, ഇതെല്ലാം അതെങ്ങനെ in such a way that they will give best to the enterprise. അത് നമ്മളുടെ ഓർഗനൈസേഷന് നല്ലത്, എന്താ പറയാ, തികച്ചും നല്ലത്, വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ തരും എന്ന പ്രതീക്ഷയോടെ അവരെ മാനേജ് ചെയ്യും. അങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ എംപ്ലോയീസും പെടും അതിനകത്ത്. നേരത്തെ പറഞ്ഞ പേഴ്സണൽ മാനേജ്മെന്റിൽ പറഞ്ഞ വർക്കേഴ്സും അവരുടെ ടൂൾസുമായിട്ടുള്ള മാനേജ്മെന്റ് മാത്രമല്ല, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ ഈച്ച് ആൻഡ് എവറി എംപ്ലോയീസും പെടും. ഓക്കെ, ഇവരെ അക്വയർ ചെയ്യുന്നത്, അവരുടെ ഡെവലപ്മെന്റ്, അവരുടെ മെയിൻ്റനൻസ്, അവരുടെ കോർഡിനേഷൻ, ഇതെല്ലാം ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു സെന്റൻസ് അങ്ങനെ തന്നെ അണ്ടർലൈൻ ചെയ്തേ. രണ്ട് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാനുണ്ട് കേട്ടോ. The management has been superseded by human resource management as the development of technology has taken place and humans are replaced by machines. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. അടുത്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഈസ് ദാറ്റ് സ്പെഷ്യലൈസ്ഡ് ആൻഡ് ഓർഗനൈസ്ഡ് ബ്രാഞ്ച് എന്ന് തുടങ്ങി എന്റർപ്രൈസ് വരെ. അത് അണ്ടർലൈൻ ചെയ്യണം. പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വീട്ടിൽ നിന്ന് പറയുന്നു. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കുറെ റൂൾസ്, കുറെ സ്ട്രാറ്റജീസ്, പ്രൊസീജിയേഴ്സ്, അതിന്റെ അക്കോർഡിംഗ് നമ്മൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ഹ്യൂമൻ റിസോഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം, മുൻകൂട്ടി പ്ലാൻ ചെയ്യുക. ഇപ്പൊ എന്തെങ്കിലും പുതിയ ആൾക്കാർ ജോലിക്ക് വേണോ, അവരുടെ ഡിമാൻഡ്, എത്ര ആൾക്കാർ ജോലിക്ക് വേണം, അവരെ സെലക്ട് ചെയ്യുക, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അവർക്ക് വേണ്ട കോമ്പൻസേഷൻസ് കൊടുക്കുക, അവരുടെ പെർഫോമൻസ് അപ്രൈസില്, ഇതെല്ലാം എന്താ പറയാ, ഈ പറയുന്ന ആവശ്യങ്ങളെല്ലാം തന്നെ മീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഏതിൽ നടക്കുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ നടക്കുന്നത്. അപ്പൊ ഇപ്പൊ ഏതെങ്കിലും ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ എവിടെയെങ്കിലും വേക്കൻസി ഉണ്ടോ, ആ വേക്കൻസീസ് ഒക്കെ ഫിൽ ചെയ്യണം അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരെ എവിടെ നിന്ന് കിട്ടും, എത്ര ആൾക്കാരെ വേണം,
അവരെങ്ങനെയൊക്കെയാ സെലക്ട് ചെയ്യണ്ടേ, അവർക്ക് എങ്ങനെയുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം, അവർക്ക് എന്ത് സാലറി അല്ലെങ്കിൽ വേജസ് കൊടുക്കണം, അല്ലെ, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമ്മൾക്ക് അപ്രൈസൽ ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്ന രീതിയിലുള്ള ഫങ്ഷൻസ് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യുക. ദാറ്റ്സ് കോൾഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇറ്റ് റെഫേഴ്സ് ടു എന്നുള്ളത് തുടങ്ങി റിക്വയർമെന്റ്സ് വരെയുള്ള സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഒറ്റ സെന്റൻസ്, 2 സെന്റൻസ് ഉള്ളൂ, 2 നമ്മളിപ്പോ മാർക്ക് ചെയ്തു. ആ സംഭവം തന്നെയാണ് നമ്മളുടെ ഈ ഒരു നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞില്ലേ, പ്ലാനിങ്, സ്റ്റാഫിങ്, ഡെവലപ്പിങ്. ഓക്കെ, ആ ഒരു കാര്യം ഇവിടെ ഒരു ചാർട്ട് പോലെയും കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ട് കൂടി വേണമെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ഇമ്പോർട്ടന്റ് ആണെന്ന്. ആ ചാർട്ട് തന്നെ വേണമെങ്കിൽ തന്നിട്ട് അതിനകത്ത് ഏതെങ്കിലും ചിലപ്പോ 1-2 വിട്ടുപോയി അവിടെ ഫില്ല് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ആ ചാർട്ട് ഡയഗ്രാം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ഒന്ന് ഇമ്പോർട്ടന്റ് ആണെന്നൊന്ന് മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ എങ്ങനെ മാർക്ക് ചെയ്യേണ്ടതെന്ന്? സെന്റൻസ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് അങ്ങനെ ചെയ്യണം. നോട്ട് ചെയ്യാൻ പറയുന്ന വല്ല പെട്ടിയോ ഇതുപോലുള്ള ഡയഗ്രാം ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ ഇന്ന് പഠിച്ചത് ഫങ്ഷൻസ്, ആ ഫങ്ഷൻസ് തന്നെയാണ് ഇപ്പൊ ഞാൻ ആ ഒരു ഡയഗ്രാമിൽ കണ്ടത്, കാണിച്ചു തന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റും പേഴ്സണൽ മാനേജ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ്, അത് ലിമിറ്റഡ് സ്കോപ്പ് ആണ്. ഇതിന് PM അതായത് പേഴ്സണൽ മാനേജ്മെന്റിന് HRM ഒരുപാട് സ്കോപ്പ് ആണെന്ന് പറഞ്ഞു. അതിന്റെ ചില ഡെഫിനിഷനും പറഞ്ഞിരുന്നു. പിന്നെ അത് തമ്മിലുള്ള എന്താ പറയാ ഫങ്ഷൻസ്, അതിന്റെ ഫങ്ഷൻസ് രണ്ടായിട്ട് PM-ന്റെ പേഴ്സണൽ മാനേജ്മെന്റിന്റെ തരംതിരിച്ച് പറഞ്ഞു. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നുള്ളതാണെന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ ഈ ഒരു ഡയഗ്രാം ആണ് നേരത്തെ പറഞ്ഞ സാധനത്തിന്റെ ഡയഗ്രാമിൽ വന്നിരിക്കുന്നു എന്ന് മാത്രമേ. ക്ലിയർ ആയോ? കുറച്ചേ എടുത്തിട്ടുള്ളൂ, വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. 1 മണിക്കൂർ ക്ലാസ്സിന് ശരിക്കും പറഞ്ഞാൽ 2-3 പേജ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ ഇത് കുറച്ച് അങ്ങനത്തെ ഒരു ടോപ്പിക്കുകളായതുകൊണ്ടും എല്ലാവരും കൊമേഴ്സിൽ നിന്ന് വരാത്തതായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും പതുക്കെ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിക്കണേ. എന്ന് വെച്ച് നമ്മൾ വീട്ടിൽ കുറച്ച് നേരം ഒന്ന് വായിക്കാൻ സമയം കണ്ടെത്തുക. 1-2-3 പ്രാവശ്യം ആ എടുത്ത ഭാഗം മാത്രം. ഒരു ദിവസം ഒരു ക്ലാസ്സല്ലേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഇന്ന് ഞാൻ മാത്രമേ എടുത്തുള്ളൂ. അപ്പൊ ഇതൊന്നും ഒരു 3 പ്രാവശ്യം ഒന്ന് മനസ്സിൽ വായിക്കാനായിട്ട് ശ്രമിക്കുക. അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതൊക്കെ കുറച്ച് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, താങ്ക് യു.